ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം അതിലെ ഏകാദശ സ്കന്ധം ലക്ഷണം മുക്തി എന്നാണ്. മുക്തി എന്ന് പറഞ്ഞാൽ മോഹങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, ഭയങ്ങളിൽ നിന്നുള്ള മോചനം, സ്വസ്ഥമായിട്ടിരിക്കുക, സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുക, അതാണ് മുക്തി. ഭാഗവതത്തിൽ രണ്ടാമത്തെ സ്കന്ധത്തിൽ അവസാനം ഓരോരോ സ്കന്ധങ്ങളുടെ ലക്ഷണം പറയുന്ന സമയത്ത് മുക്തി എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. മുക്തി എന്ന് പറഞ്ഞാൽ മുക്തി ഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. അന്യഥാരൂപം ഹിത്വ സ്വരൂപേണ വ്യവസ്ഥിതി മുക്തി. ഞാനല്ലാത്ത പലതിനെയും ഞാനായിട്ട് ധരിച്ചിട്ടുണ്ട്, അത് ഒഴിവാക്കി ശരിക്കും ഞാൻ ആര് എന്ന അറിയലിനെയാണ് എന്ത് പറയുക, മുക്തി എന്ന് പറയുക. ഇപ്പം ഞാനല്ലാത്ത പലതിലും ഞാൻ എന്ന് കൽപ്പിച്ചിട്ട് ഞാൻ ദുഃഖിക്കുകയാണ്, ആവശ്യമില്ലാതെ ഞാൻ ദുഃഖിക്കുകയാണ്. പലത് നഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നി ദുഃഖിക്കുകയാണ്, അതിൻ്റെ ആവശ്യമില്ല, അതൊന്നും എന്നെ ലേശം പോലും ബാധിക്കുന്നില്ല. രോഗം വന്നാൽ അത് ശരീരത്തിനാണ്, എന്നെ തൊടുന്നില്ല. ദുഃഖം അതെൻ്റെ മനസ്സിനാണ്, എന്നെ ലവലേശം ബാധിക്കില്ല എന്നുള്ളത് അറിയുന്നൊരു വിവേകിക്ക് എന്തില്ല, അതൊന്നും ബാധിക്കുന്നില്ല. അതാണ് ദുഃഖം തനിക്കല്ല എന്നറിയാം. ഇതാണ് ഇവിടെ വിഷയം. സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കുക. നമുക്കതൊന്നും ഇങ്ങനെയൊന്നല്ല മനസ്സിലാക്കിയതെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ സ്വസ്ഥായി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അതാണ് അർത്ഥം. സ്വസ്ഥാവ് പറഞ്ഞാൽ സ്വരൂപത്തിൽ ഇരിക്കുക എന്നാണ്. സ്വരൂപത്തിലിരിക്കുക. ദുഃഖമൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെന്ത് പറയുക, ഓ സ്വസ്ഥായി. എപ്പോഴെങ്കിലുമൊക്കെ പറയാറുള്ളൂ, അധികം അത് പറയാറില്ല. എന്നാലും വല്ലപ്പോഴുമൊക്കെ നമ്മളത് പറയും. എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്ത സമയം. രണ്ട് ദുഃഖങ്ങളുടെ ഇടവേളയ്ക്ക് നമ്മൾ തൽക്കാലം സുഖം എന്ന് പറയുകയാണ്. സുഖമായിട്ടൊന്നുമില്ല ഉണ്ടോ, എന്താണത്? ഒരു ദുഃഖം കഴിഞ്ഞു, ഇനി അടുത്ത ദുഃഖം വരുന്നവരെ സമയമുണ്ട്, നമുക്കെന്ത് വിളിക്കാം, സുഖം എന്ന് വിളിക്കാം, അത്രയേ ഉള്ളൂ. അതന്നെ നമുക്ക് പേടിച്ച് നിൽക്കുകയാണ്, അടുത്ത് വരാൻ നിൽക്കുകയാണ്, എന്താ ശല്യം, എന്തോന്ന് വരുന്നുണ്ട് എന്തായാലും. അപ്പോൾ ആ ഒരു ഇടവേളയ്ക്ക് നമുക്ക് തൽക്കാലം സുഖമെന്ന് പറയാം എന്നേ ഉള്ളൂ. ഇതാണ് സാധാരണക്കാരുടെ അവസ്ഥ. എന്നാൽ ജ്ഞാനികൾ അങ്ങനെയല്ല. അവർക്കെപ്പോഴും എന്താണ്, അവർക്കെപ്പോഴും ആനന്ദമാണ്. ശരീരത്തിന് വരുന്നതോ ലോകത്തിന് വരുന്നതൊന്നും അവരെ ബാധിക്കുന്നില്ല. അങ്ങനെയുള്ളവരാണ് യോഗീശ്വരന്മാർ. അതിലെ കവി എന്ന യോഗീശ്വരൻ പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. ദുഃഖത്തിന് കാരണം ഭയമാണെന്നും ഭയത്തിന് കാരണം അജ്ഞാനമാണെന്നും, അജ്ഞാനം എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് എന്നുള്ള തോന്നൽ. ജ്ഞാനെന്ന് പറഞ്ഞാലോ ഒന്നേ ഉള്ളൂ, അതാണ് ജ്ഞാനം. നമ്മൾ ജ്ഞാനം എന്നൊക്കെ കേൾക്കുമ്പോൾ കുറേ അറിവാണെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ ഭാഷ പഠിക്കുക, കുറേ കാര്യങ്ങൾ പഠിക്കുക, അതൊക്കെ അറിവല്ല ഒന്നും പറയണില്ല. പക്ഷേ ആ അറിവ് കൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കുറച്ച് ജനങ്ങളെ ഭ്രമിപ്പിക്കാം, ജോലിയൊക്കെ കിട്ടും, ഇല്ല പറയണില്ല, ഇൻ്റർവ്യൂ ഒക്കെ പങ്കെടുക്കാം, ജോലി കിട്ടും, കാശുണ്ടാക്കാം. പക്ഷെ നല്ലൊരു ജീവിതമായിക്കോളണമെന്നില്ല, ധന്യമായൊരു ജീവിതം ആയിക്കോളണമെന്നില്ല. എന്ന് പറഞ്ഞാൽ തൃപ്തി, ശാന്തി അനുഭവിച്ചോളണമെന്നില്ല. അതുകൊണ്ട് ഇവിടെ ജ്ഞാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് അറിവ്, ഡാറ്റ കളക്ഷനല്ല. കാക്ക കറുത്തിട്ടാണ് അറിവാണ് അല്ലേ, കൊക്ക് വെളുത്തിട്ടാണ് വലിയ കാര്യമായി, അല്ല ഇങ്ങനെ കുറേ അറിവ്, ഇങ്ങനെ കൊക്ക് വെളുത്തിട്ടാണ് അതല്ല ഇവിടെ വിഷയം. ഭൂമി ഉരുണ്ടിട്ടാണ് ആയിക്കോട്ടെ, ഭൂമി ഉരുണ്ടാലും പരന്നാലൊന്നും നമ്മളെ സംബന്ധിച്ചതൊന്നും നമ്മുടെ ജീവിതമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യം തന്നെ ബാധിക്കുന്ന വിഷയം. ഇവിടെ അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ആര് എന്നുള്ളതാണ്. ഇവിടെ അറിവ്, ഹൂ ആം ഐ ആണ്, ഇതാണ് ചോദ്യം. അതറിഞ്ഞാൽ മാത്രമേ വേറെന്തും അറിഞ്ഞിട്ട് കാര്യമുള്ളൂ. അതറിയാണ്ട് ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ അറിവൊക്കെ ശൂന്യമാവുന്ന സമയമുണ്ട്. ഇതിൽ നാട്ടുപ്പെട്ടാൽ മതി. അറിയാത്ത ഭാഷ അറിയാത്ത നാട്ടുപ്പെട്ടാൽ നമ്മളെന്ത് ചെയ്യും, ആഫ്രിക്കയിലെത്തി. നമ്മളെന്താ ചെയ്യുക, മലയാളം പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ഹിന്ദി, ഇംഗ്ലീഷ്, അവിടെ ആംഗ്യ ഭാഷ പറ്റും, അതൊന്ന് വിടണേ എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്നല്ലാതെ വേറൊരു സംഗതി തോന്നണില്ല. അപ്പോൾ അതുകൊണ്ട് തൻ്റെ അറിവും കാര്യങ്ങളൊക്കെ എവിടെ പറ്റി, ഇവിടെയൊക്കെ അത്യാവശ്യമൊക്കെ ഇങ്ങനെ ഞെട്ടിക്കാം എന്നല്ലാതെ പഞ്ചായത്ത് വിട്ടാൽ വിഷയം മാറും. അപ്പോൾ അതുകൊണ്ട് ആ അറിവ് കൊണ്ടൊന്നും കാര്യമില്ല. എന്നാൽ ഈ അറിവ് അങ്ങനെയല്ല. തന്നെ പറ്റി അറിഞ്ഞൊരാൾക്ക് ലോകത്ത് എവിടെ പോയാലും തന്നെ കാണുന്നുള്ളൂ. അപ്പോൾ ആ അറിവിനെ പറ്റിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. അങ്ങനെ ആവണം, അതിന് ശ്രമിക്കണം. അപ്പോഴാണ് ഇവിടെ ചോദ്യം, ആരാണ് ഭാഗവതൻ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. അതിന് ഉത്തരമായിട്ട് ഹരി എന്ന യോഗീശ്വരനാണ് മറുപടി പറയുന്നത്. ഹരി എന്ന് പറഞ്ഞാൽ അർത്ഥം, ഹരി എന്ന് പറഞ്ഞാൽ ഹം ആനന്ദം ദദാതി ഹരി എന്നാണ്. ഹം എന്ന് പറഞ്ഞാൽ ആനന്ദം എന്നർത്ഥം. ആനന്ദം തരുന്നവനെ ഹരി എന്ന് പറയാം. അത് മാത്രമല്ല, ഹരിർ ഹരതി പാപാനി, പാപങ്ങളെ മുഴുവൻ അപഹരിക്കുന്നവൻ ഹരി, പാപങ്ങൾ മോഷ്ടിക്കുന്നവൻ. അങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ പാപങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാണ്ടിയാവുന്നുണ്ട്. നമ്മളെ ദുഷിച്ച ചിന്തകളൊക്കെ ഇല്ലാണ്ടിയാവുന്നുണ്ട്. നമ്മൾ അറിയുന്നുണ്ടാവില്ല,
അറിഞ്ഞെടുക്കണതിന് മോഷണം എന്നല്ലല്ലോ പറയുക. എന്താണ്? അതുകൊണ്ട് നമ്മൾ അറിയണില്ല നമ്മുടെ പാപം അങ്ങനെ ആരും മോഷ്ടിക്കുന്നുണ്ട്. അറിഞ്ഞ് മോഷ്ടിക്കണതിന് മോഷണം എന്ന് പറയില്ല, എടുത്തുന്നേ പറയുള്ളൂ. ഇത് അറിയാണ്ട് നമ്മളുടെ പാപം ഇല്ലാണ്ടാവുന്നുണ്ട്, ദുർവാസനകൾ ക്ഷയിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഹരി എന്ന് പറഞ്ഞ അർത്ഥം പാപങ്ങൾ ഇല്ലാണ്ടാക്കുന്നവൻ. ആ ഹരിയാണ് ഇതിന് ഉത്തരം പറയണത്. ഉത്തരം പറഞ്ഞു, ഭക്തന്മാർ പലതരത്തിലുണ്ട്. ഉത്തമൻ, മധ്യമൻ, പ്രാകൃതൻ. ലോകത്ത് അധികം കാണാറ് പ്രാകൃതന്മാരെയാണ്. അവരെങ്ങനെയാണ് ചോദിച്ചാൽ അവർ മറ്റുള്ളവർ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് കേട്ടോ. അമ്പലത്തേക്ക് വരും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ പുഷ്പാഞ്ജലി കഴിക്കണതും ഒഴിഞ്ഞിടണമൊക്കെ കണ്ട വലിയ ഭക്തനാ വിചാരിക്കും. പക്ഷേ വിഷയം ഭക്തി ഉണ്ട്, പക്ഷെ അത് ശത്രു സംഹാരം അമ്മായിമ്മയുടെ പേരിൽ. ഇങ്ങനെയൊക്കെ പലതും, ഇങ്ങനെയൊക്കെ പല തന്ത്രമുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരിപ്പം അവരെന്നും നല്ലൊരു ഗുണത്തിൽ കൂട്ടാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അങ്ങനെ പറയണ്ട. തൽക്കാലം അവർ തുടങ്ങുന്നത് അങ്ങനെയൊക്കെയാണെങ്കിലും അങ്ങനെയൊക്കെ ഇരുന്ന് വഴിപാട് കഴിക്കുമ്പോഴാവും അപ്പുറത്തെ വേദിയിൽ സപ്താഹം നടക്കുന്നത് കാണും. കുറച്ച് നേരം പോയിരുന്ന് കേൾക്കും. ഇങ്ങനെയുള്ള ചില വാചകമൊക്കെ ഉള്ളിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ ഒരു അനക്കണ്ടായാലോ, അല്ലേ? മനസ്സൊന്നും മാറിയാൽ ശരിയാട്ടോ. എന്തിനാ ഈ മറ്റുള്ളവർ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക? അത്ര മോശം അത്. ഇനി അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങോട്ട് നടക്കുമോ? ഈശ്വരൻ കാരുണ്യമൂർത്തിയാണെങ്കിൽ എങ്ങനെ നമ്മൾ പറയുന്നതനുസരിച്ച് മാറി ചെയ്യുക? ഒന്നുമില്ല. ന്യായകാരി എന്നാണ് ഭഗവാന്റെ പേരെന്നെ. എന്താണ്? ന്യായകാരി. വേദത്തിലെ പേരാണ്. ന്യായം മാത്രമേ ചെയ്യുള്ളൂ. അതിപ്പോൾ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരും മാറ്റില്ല, ഭഗവാൻ മാറ്റില്ല. മാറ്റണം വെച്ചാൽ സ്വന്തം അനിയത്തിയുടെ മകൻ്റെ മരണം മാറ്റായിരുന്നല്ലോ, ചെയ്തു. നടക്കേണ്ടത് നടക്കുന്നു. അതാണ് ഭഗവാന്റെ പക്ഷം. ഒരാൾ പറഞ്ഞതുകൊണ്ട് മാറാനോ മാറ്റാനൊന്നും ആരും തയ്യാറല്ല. നമ്മൾ പറഞ്ഞുകൊണ്ട് ഭഗവാൻ മഴ പെയ്യിക്കുക അങ്ങനെയൊന്നും. രണ്ടാൾ വന്ന് പ്രാർത്ഥിക്കുക. ഒരാൾ മഴ പെയ്യണമെന്നും പ്രാർത്ഥിക്കുക, കൃഷി ഉണ്ടായിട്ടെ, മഴ പെയ്താലേ കാര്യം നടക്കുള്ളൂ. മറ്റാൾ മകളുടെ കല്യാണം, മഴ പെയ്യരുത്. എന്ത് ചെയ്യും ഭഗവാൻ? എന്ത് ചെയ്യും? രണ്ടും ഒരു പഞ്ചായത്തിൽ ഒരു തൊട്ടടുത്ത വീടുകളാണ്. രണ്ടുപേരെന്നും വരുന്നവരാ അമ്പലത്തേക്ക്, വലിയ ഭക്തന്മാർ. എന്താ ചെയ്യുക? രണ്ടുപേരുടെ പേരും നാളും ഒന്ന് തന്നെയാണ്. ആ കുട്ടിങ്ങിയിലെ ഇതൊക്കെയാണ് നമ്മളുടെ ബുദ്ധി. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. അങ്ങനെയൊന്നും ഭഗവാനില്ല. ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടെങ്കിൽ ചെയ്തോളൂ, അത്രയൊക്കെ ഉള്ളൂ. അതല്ലാതെ എന്ത് ചെയ്യണ്ട. തുടക്കത്തിലൊക്കെ നല്ലതാണ്. അങ്ങനെയൊക്കെ ആ പേരിലും അമ്പലത്തേക്ക് വരുന്നുണ്ടല്ലോ. ഒരു ചിട്ടയൊക്കെ ഉണ്ടാവാൻ വളരെ നല്ലത് തന്നെ. പല്ല് തേക്കുന്നതും കുളിക്കുന്നതൊക്കെ എന്തിനാ ചോദിച്ചാൽ ഫലം ആഗ്രഹിച്ചിട്ടാണ് ആണോ? മഴ പെയ്യാണ്ടിരിക്കാൻ? അതൊന്നല്ല. അതൊക്കെ നമ്മളൊരു ദേഹശുദ്ധിയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പൂജ, അർച്ചന, അമ്പലത്തിൽ പോകണമെന്ന് എന്തിനാ ചോദിച്ചാൽ അത് മനസ്സൊന്ന് ശുദ്ധാവാൻ. കുറച്ച് നേരമെങ്കിലും അന്യവിചാരം ഇല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ, കുറച്ച് നേരമെങ്കിലും പരദൂഷണം പറയാണ്ടിരിക്കുന്നുണ്ടല്ലോ ഞാൻ. അതുകൊണ്ട് എന്നും ഇങ്ങനെ സ്ഥിരമാകുമ്പോൾ അതൊരു ചിട്ടയാവും. അങ്ങനെ പിന്നെ പോകാണ്ടിരിക്കാൻ വയ്യാന്നോ? അങ്ങനെ കുട്ടിക്കാലത്തെ നേരത്തെ എഴുന്നേറ്റവർക്ക് പിന്നെ പ്രായമായാലും എന്തൊക്കെ വന്നാലും അവർ 3:45 4 മണി അവർ എണീക്കും. ഇപ്പോൾ ഉള്ള ആളുകൾ 10 മണിയായാലും എണീക്കില്ല. അപ്പോൾ വ്യത്യാസം മനസ്സിലാവണില്ലേ? ആ ശീലിച്ചവർക്ക് പിന്നെ ആവശ്യമുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല. അങ്ങനെ ഞായറാഴ്ച ആണെങ്കിലും നമ്മൾ ഞായറാഴ്ച എണീക്കുന്നതല്ല, അന്ന് ഉച്ചയ്ക്ക് എണീക്കുക. ആ വ്യത്യാസം അതാണ്. കാരണം അത് ശീലം. ഇതുപോലെ ശരീരത്തിന് ശുദ്ധി, ഇതുപോലെ മനസ്സും ശുദ്ധമാവണം. അത് പ്രത്യേകിച്ചൊന്നും ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടൊന്നും കാര്യമില്ലാന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ചെയ്യും. ആഗ്രഹിച്ച് ചെയ്യുകയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അങ്ങനെയൊന്നുമല്ല കഥ. ആഗ്രഹിച്ചിട്ട് മാത്രം സുഖം കിട്ടുന്നത്, ദുഃഖം കിട്ടുന്നത് പ്രാർത്ഥിച്ചിട്ടാ ആണോ? അല്ല. അപ്പം പ്രാർത്ഥിക്കാണ്ട് എന്തും കിട്ടും, സുഖം കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പം സുഖം കിട്ടണേ പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. അതും തരുന്നുണ്ട്. ഇതൊക്കെ തരും ഭഗവാൻ. നമ്മുടെ കർമ്മത്തിനനുസരിച്ച് തരികയാണ്. ഞാനത് സ്വീകരിച്ചോളാം. ഇതൊക്കെ സഹിക്കാനുള്ള ശക്തി കുറച്ച് തന്നാൽ നന്ന്. ഇതേ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ടു. ഇങ്ങനെയാണ് ഉത്തമന്മാർ. അവിടെ നിൽക്കട്ടെ. ഇവിടെ പ്രാകൃതന്മാരുടെ കഥയാണല്ലോ പറയണത്. അവരെങ്ങനെയാണ് ചോദിച്ചാൽ അർച്ചായാമേവ ഹരയേ. അവർ ശിലയിൽ മാത്രമേ ഈശ്വരനെ കാണുള്ളൂ. വിഗ്രഹത്തിൽ മാത്രമേ ആരുള്ളൂ? ഈശ്വരനുള്ളൂ. ഈശ്വരനിൽ തന്നെ ഭേദബുദ്ധിയും കാണും. അത് ശിവനാണ്, അത് വിഷ്ണുവാണ്. അവർ തമ്മിൽ വലിയ അതിലല്ല. ശിവന് നല്ല ശക്തിയാണ്, വിഷ്ണു അത്ര പോരാ. അങ്ങനെയൊക്കെയുള്ളവർ നാട്ടിൽ കാണാം. ഒന്നും പറയാൻ പോകണ്ട. അവർ പ്രാകൃതന്മാരെ മനസ്സിലാക്കിയാൽ മതി. അവരടുത്ത് പോയി പറയരുതേ. കേട്ടതൊന്നും ഇനി പുറത്ത് പോയി പറയാൻ നിൽക്കരുത് കേട്ടോ. ഇവിടെ കേട്ടത് ഇവിടെ നിർത്തിക്കോളെ. അതാണ് അവരെ പ്രാകൃതന്മാരാന്ന് പറയാം. അവർ പറയാം ഗുരുവായൂരപ്പന് ശക്തിയുണ്ട്, മമ്മിയൂരപ്പൻ അത്ര പോരാ എന്നൊക്കെ പറയും. ഗുരുവായൂർ പോയി തൊഴുതിട്ട് മമ്മിയൂരപ്പനെ തൊഴുതില്ലെങ്കിൽ മമ്മിയൂരപ്പൻ എന്താ വിചാരിക്കുക? അവരെ ധാരണ അങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ വരാണ്ട് പോയാൽ നമുക്ക് ദേഷ്യമുള്ളതുപോലെ ആർക്ക് ദേഷ്യം ഉണ്ടാവും? ഭഗവാൻ അങ്ങനെ ദേഷ്യപ്പെടും. എന്നാൽ ഒരു ഭാഗത്ത് കാരുണ്യമൂർത്തി എന്ന് പറയും ചെയ്യും, എന്തൊരു വാത്സല്യ ഭഗവാൻ എന്നൊക്കെ പറയും ചെയ്യും. ഒരു ഭാഗത്ത് ഇങ്ങനെയും നമ്മളുടെ ഏഷണിയും കുനിഷ്ട് കുശുമ്പൊക്കെ ഭഗവാനിൽ ആരോപിക്കുകയും ചെയ്യും. ഇവരൊക്കെ ഏതിൽപ്പെടും? പ്രാകൃതന്മാരാണ്. അപ്പം ഇങ്ങനെ നോക്കിയാൽ ലോകത്ത് അധികവും നമ്മൾ കാണുന്നവർ ആരെ തന്നെയാണ്? ഈ തിരക്ക് കണ്ടിട്ട് ഭക്തന്മാരാ വിചാരിക്കാം. ഭക്തന്മാരാണ്, അല്ല പറയണില്ല. എങ്ങനെയുള്ളവരാ? പ്രാകൃതന്മാരാണ്. അവർ കാര്യസാധ്യത്തിനാണ് അമ്പലത്തേക്ക് വരുന്നത്. ഇന്നത് കൊടുത്താൽ ഇന്നത് കിട്ടും. ആ ബോർഡനുണ്ടാവും, വലിയ ബോർഡ്, 10-30 ബോർഡുണ്ടാവും. ഇന്ന മന്ത്രം, ഇന്ന ഫലം, ഇന്ന പുഷ്പാഞ്ജലി. ഇല്ലെങ്കിൽ അമ്പലം മുന്നോട്ട് പോകില്ല.
അതൊരു കുറ്റമല്ല. ജീവിക്കണം വെച്ചപ്പോൾ എന്താ ചെയ്യാന്ന്? ഇത് കാര്യങ്ങൾ മുന്നോട്ട് നടക്കണം വെച്ചാൽ ഇതല്ലാണ്ട് വേറെ വഴിയില്ല. അതല്ലാണ്ട് ചിത്തശുദ്ധിക്ക് എന്ന് പറഞ്ഞാൽ എത്ര പേര് ശംഖാഭിഷേകം നടത്തും? ചിത്തശുദ്ധി ആർക്ക് വേണം? വേറെ എന്തെങ്കിലും കിട്ടുവെച്ച് തിരക്കിടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിലത്തെ വിഷയം. അപ്പം പിന്നെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇതൊക്കെ പ്രാകൃത ഭക്തിയിൽപ്പെട്ടതാണ്. തുടക്കം അങ്ങനെ തന്നെയായിരിക്കും. ഒരുവിധം എല്ലാവരും തുടക്കം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അമ്പലത്തിൽ പോയി നോക്കുക, തൽക്കാലം ചോദിച്ചാൽ വല്ലതും കിട്ടും, പരീക്ഷ പാസ്സാവും, എന്നാൽ പോയി നോക്കുക, പ്രാർത്ഥിച്ച് നോക്കുക. കുറേ എഴുതി നോക്കിയാൽ പാസ്സാവില്ല, എന്നാൽ പിന്നെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് വരിക. ചികിത്സിച്ച് നോക്കി രോഗം മാറണില്ല, എന്നാൽ ഭഗവാനോടൊന്ന് പറഞ്ഞു നോക്കുക. മേൽപ്പത്തൂർ വന്നതും അങ്ങനെ തന്നെയാണ്, വാദം മാറാനാണ് വന്നത്, അല്ലാതെ മോക്ഷം കിട്ടണമെന്ന് കരുതി വന്നതൊന്നുമല്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്ക് അദ്ദേഹം എന്ത് പറഞ്ഞു, എനിക്കിപ്പം രോഗം മാറിയാലും സാരമില്ല, മാറിയില്ലെങ്കിലും സാരമില്ല, എൻ്റെ ഈ മേ ദേഹമോഹം ത്യജ, എൻ്റെ ഈ ദേഹത്തിനോടുള്ള ഭ്രമം ഒന്ന് ത്യജിച്ചാൽ മതി, അതൊന്ന് ഒഴിവായി കിട്ടിയാൽ മതി. കാരണം ദേഹത്തിനോടുള്ള മമത കൊണ്ടല്ലേ ദേഹത്തിനെ ബാധിച്ച രോഗം എൻ്റേന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഈ ദേഹത്തിനോടുള്ള ഭ്രമം അങ്ങോട്ട് ഒഴിവാക്കി തന്നാൽ, കാരണം അതുണ്ടെങ്കിൽ ഈ വാദമല്ലെങ്കിൽ വേറൊരു രോഗം വരും. എപ്പോഴും ഇങ്ങനെ മുതല കടിച്ചുകൊണ്ടിരിക്കും, ഒന്നല്ലെങ്കിൽ വേറൊരു മുതല. നമ്മളൊക്കെ ഇപ്പോൾ എത്ര മുതല കടിച്ചു? കുട്ടിക്കാലത്ത് കടിച്ച മുതലല്ല ഇപ്പം. ഇത്രയേ ഉള്ളൂ. മുതലകൾ ഇങ്ങനെ മാറണുണ്ടെങ്കിലും എല്ലാവർക്കും ദുഃഖമല്ലേ? എല്ലാവർക്കും ഒരേ ദുഃഖമാവില്ല. ആയിക്കോട്ടെ, നല്ല ദുഃഖമുണ്ടല്ലോ, ദുഃഖമില്ലാത്തവരാരുമില്ല എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഓരോ സമയത്ത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ദേഹമുള്ളിടത്തോളം കാലം വരും, അല്ല ദേഹാഭിമാനമുള്ളിടത്തോളം കാലം അത് വരും. അപ്പോൾ അതുകൊണ്ട് ആ അഭിമാനം ഇല്ലാണ്ടാക്കി തരണം എന്നാണ് പ്രാർത്ഥന. അപ്പം അതുകൊണ്ട് പ്രാകൃത ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ അർച്ചായാമേവ ഹരയേ പൂജാം യശ്രദ്ധയേ ഹതേ തത് ഭക്തേഷു ച അന്യേഷു സഭക്തഃ പ്രാകൃതസ്മൃതഃ. അവർ പ്രാകൃതന്മാരാണ്. അവർ വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ കാണുന്നു. വിഗ്രഹം മാത്രമാണ് ഈശ്വരൻ. നടടച്ചാൽ ഈശ്വരൻ പിന്നെ ഒന്നും കാണില്ല എന്നാണ് അവരുടെ ഭാവം. അപ്പോൾ ചിലർ ചോദിക്കട്ടോ, ഈ വിഗ്രഹത്തിലും കൂടി ഈശ്വരനെ കാണാത്തവരുണ്ടല്ലോ, അവരെ പറ്റി ഭാഗവത്തിലൊന്നും പറയണില്ല. അങ്ങനെയുള്ളൊരു കൂട്ടരുണ്ട്, പക്ഷെ അവരെ പറ്റി പറയണില്ല. ഇതെന്താ വെച്ചാൽ അമ്പലത്തിൽ വരുന്നവരെ പറ്റിയേ പറയണുള്ളൂ. വരാത്തവരുമുണ്ട്, ഈശ്വരനെ തന്നെ അംഗീകരിക്കാത്തവരുണ്ട്, അവരെ പറ്റി പിന്നെ ഒന്നും അധികം ഇവിടെ ചർച്ചയില്ല. അപ്പോൾ പ്രാകൃതന്മാർ എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ, അമ്പലം അടച്ചാൽ ഇവർ തോന്നിയതൊക്കെ കാണിക്കും. കാരണം ആര് കാണില്ല? ഇപ്പം നടടച്ചില്ലേ ഭഗവാൻ കാണും. നാട്ടിങ്ങോട്ട് തുറന്നവർ നീറ്റായി, കാരണം ആര് കാണുന്നുണ്ട്? ഭഗവാൻ കാണുന്നുണ്ട്. അപ്പം ഭഗവാൻ എന്ന് പറഞ്ഞാൽ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു അമ്പലവാസിയായിട്ട് മാത്രമാണ് ആര് കാണുന്നത്? പ്രാകൃതന്മാർ കാണുന്നത്. അവരൊരിക്കലും ഭഗവത് ഭക്തന്മാരെ ആദരിക്കാറില്ല, സജ്ജനങ്ങളെ ആദരിക്കില്ല, അവർ നിന്ദിക്കാൻ അവർക്ക് മടിയില്ല, അവർ പുരാണാദികൾ കേൾക്കില്ല, പഠിക്കില്ല, വായിക്കില്ല, അതിനോടൊന്നും ഒട്ടും ആദരവും ആർക്കില്ല? പ്രാകൃതന്മാർക്കില്ല. ഇതെന്ത് വെറുതെ നാട്ടുകാരെ പറ്റിച്ച് നടക്കണതാ, കണ്ടില്ലേ? ഒരു ആചാര്യം പറയാനും കുറേ എണ്ണം കേൾക്കാനും, ഉച്ചയ്ക്ക് കിടന്നുറങ്ങിക്കൂടെ അവർക്ക് കുറച്ച് നേരം എന്നൊക്കെയാണ് അവർ പറയുക. പേടിക്കേണ്ട, അവർ പ്രാകൃതന്മാരാണ്. അവരോട് നമുക്കെന്തേ വേണ്ടു? നമുക്ക് കാരുണ്യം, ദയ മാത്രം. എന്നല്ലെങ്കിൽ നാളെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നന്ന് ഈശ്വര സദ്ബുദ്ധി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക, അത്രേ വേണ്ടു. ഇനിയുണ്ട് മധ്യമന്മാർ. അവരെങ്ങനെയാണ് ചോദിച്ചാൽ, അവർ ഭഗവാനിൽ വിഗ്രഹത്തിൽ ഈശ്വരനെ കാണും. വിഗ്രഹത്തിൽ മാത്രമല്ല, അവർ സജ്ജനങ്ങളിലും ഈശ്വരനെ കാണും. അമ്പലത്തിൽ പോവും, വഴിപാട് കഴിക്കും, പൂജ കഴിക്കും, ഒരു മടിയില്ല, ഒക്കെ ചെയ്യും. മാത്രമല്ല സജ്ജനങ്ങളെ ആദരിക്കും. ഭാഗവതാദി പുരാണങ്ങളൊക്കെ കേൾക്കും, അമ്പലങ്ങളിലൊക്കെ തീർത്ഥ സ്നാനമൊക്കെ ചെയ്യും, തീർത്ഥാടനം ചെയ്യും, ഒന്നിനും മടിയില്ല, നാമം ജപിക്കും, ഏത് നാമം വേണമെങ്കിലും ജപിക്കും. അങ്ങനെയൊന്നുമില്ല, വലിയ എല്ലാവരോടും നല്ല ഐക്യത്തിൽ കഴിയുന്നു. പ്രേമമൈത്രി കൃപോപേക്ഷ യക്കരോതി സമധ്യമ. അവർ ഈ വിഗ്രഹത്തിലും അതുപോലെ സജ്ജനങ്ങളിലും ഈശ്വരനെ കാണുന്നു, എല്ലാവരോടും വളരെ മൈത്രിയോടുകൂടി നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്നു. അവരാണ് ആര്? മധ്യമന്മാർ. അപ്പോൾ നമുക്കൊരു ചോദ്യം വേണ്ടതാണ്, എന്തുകൊണ്ടവർ മധ്യമനായി? മധ്യമൻ എന്ന് പറഞ്ഞാലും 2ാം ക്ലാസ് 1ാം ക്ലാസ് ആയിട്ടില്ല. മറ്റത് വളരെ മോശം, ഇതിപ്പം 2ാം ക്ലാസ്. എന്നാലും 2ാം ക്ലാസ് അല്ലേ ആയുള്ളൂ, എന്തേ 1ാം ക്ലാസ് ആവും? ഇതിനിപ്പോൾ എന്താ കുഴപ്പം? ഇപ്പോൾ ഇവരുടെ സമ്പ്രദായമല്ലേ, അമ്പലത്തിൽ പോകുന്നുണ്ട്, വിഗ്രഹത്തിൽ ഈശ്വരനെ കാണുന്നുണ്ട്, സജ്ജനങ്ങളിൽ ഈശ്വരനെ കാണുന്നുണ്ട്, വഴിപാട് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, ലോക സേവ ചെയ്യുന്നുണ്ട്, എല്ലാവരോടും വളരെ മാന്യമായിട്ട് പെരുമാറുന്നുണ്ട്. ഇത് നല്ലതല്ലേ? അതെ. പക്ഷെ എന്താ ഉത്തമമാവാത്തത് എന്താ ചോദിച്ചാൽ, ഈശ്വരനെ ആരാധിക്കുന്നവരെ ബഹുമാനിക്കില്ല. എന്താണ് അവിടെ പ്രശ്നം? ദുർജനങ്ങളെ ഇവരെന്ത് ചെയ്യും? നിന്ദിക്കും. എന്നാൽ ഉത്തമ ഭക്തന്മാർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവർ ദുർജനങ്ങളിലും ആരെ കാണുന്നുണ്ട്? അത്രയേ ഉള്ളൂ. പെയിൻറ്റ് പോയ കസേരയും പ്ലാസ്റ്റിക്കാണ്. എന്താണ്? പെയിൻറ്റുള്ള കസേരയും പ്ലാസ്റ്റിക്കാണ്. ഇതൊക്കെ പ്ലാസ്റ്റിക് തന്നെയാണ്. പൊട്ടിയ കിണ്ടിയാണെങ്കിലും ഓടന്നെയാണ്, പൊട്ടാത്തതാണെങ്കിലും അത്രയേ ഉള്ളൂ. ഈ മനസ്സിലല്ലേ അഴുക്ക്, അല്ലേ? മനസ്സിലെ അഴുക്ക്. ഇന്നിപ്പം നല്ല ആൾ നാളെ ചെത്തിയ ആളാവില്ല, ഉറപ്പൊന്നുമില്ല. മനസ്സവിടെ ഉള്ളിടത്തോളം കാലം ഇനി അഴുക്ക് പിടിക്കാം. അപ്പം അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ദുർജനങ്ങളാണെങ്കിലും സജ്ജനങ്ങളാണെങ്കിലും ഇതൊക്കെ വസ്തു ഈശ്വരൻ തന്നെ.
അതുകൊണ്ട് അവർക്ക് എന്തില്ല, അവർക്ക് ഭേദബുദ്ധിയില്ല. അവർ ഭഗവാനെ ആരാധിക്കാത്തവരിലും ഈശ്വരനെ കാണുന്നുണ്ട്, ഭഗവാനെ ആരാധിക്കുന്നവരിലും ഈശ്വരനെ കാണുന്നു. അവർക്ക് അങ്ങനെ ജഡം ചൈതന്യം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഈശ്വരൻ, ജീവനുള്ളതും ഇല്ലാത്തതും, അങ്ങനെ വ്യത്യാസമില്ല. ഒക്കെയും ഈശ്വരനെ അവർ കാണുന്നു. അതുകൊണ്ടാണ് അവർ ഉത്തമന്മാരാണ്. സർവഭൂതേഷു യ പശ്യേത് ഭഗവത് ഭാവമാത്മനഃ, എല്ലാത്തിലും ഭഗവത് ഭാവം കാണുക. ഭൂതാനി ഭഗവത്യാത്മനി ഏഷ ഭാഗവതോത്തമ, എല്ലാവരിലും ഭഗവാനെ കാണുക, ഭഗവാനിൽ എല്ലാവരെയും കാണുക. എന്താണ് തിരിച്ചും മറിച്ചും പറയുകയാണ്. എല്ലാവരിലും ഭഗവാനെ കാണുക, അങ്ങനെയാണ് ആദ്യം. എല്ലാവരും ഉള്ളതുകൊണ്ടാണ്. കുറച്ചങ്ങനെ കഴിയുമ്പോൾ മനസ്സിലാവും ഒന്നേ ഉള്ളൂ, എന്ത്, ഈശ്വരൻ മാത്രം. ഇനി വല്ലതും പൊന്തി വരികയാണെങ്കിൽ അത് ഈശ്വരനിൽ. വാസ്തവത്തിൽ കടലേ ഉള്ളൂ. ഇനി അഥവാ തിരമാല പൊന്തനുണ്ടെങ്കിൽ അത് കടലിൽ തന്നെയാണ്. വാസ്തവത്തിൽ ഓടേ ഉള്ളൂ. ഇനി വല്ല വിളക്കും കിണ്ടിയും ഓടൊക്കെ അല്ല ഈ ഉരുളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ഓടൻ. കാണാണ്ടിരുന്നാൽ വളരെ നന്നായി, പക്ഷെ കാണുന്നുണ്ടെങ്കിൽ അതും ഓടിൽ തന്നെ ആണ് തിരിച്ചും മറിച്ചും കാണുകയാണ്. ഒക്കെ ബ്രഹ്മത്തിൽ, ഒക്കെ അദ്ദേഹത്തിലാണ്, ഒക്കെ ഭഗവാനിലാണ്. ഒക്കെ എന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ഭഗവാനിലാണ്. ഇനി ഈ കാണുന്ന പലതിലും ഭഗവാൻ തന്നെ. വളയിലും മോതിരത്തിലും മാലയിലും ഒക്കെ ഇരിക്കുന്നത് എന്താ? സ്വർണം. തിരിച്ചു പറഞ്ഞാലോ, സ്വർണത്തിലാണ് വളയും മോതിരം. അടിസ്ഥാനം സ്വർണ്ണമാണ്. സ്വർണ്ണം ഇല്ലെങ്കിൽ വളമുണ്ടോ? സ്വർണ്ണം ഇല്ലെങ്കിൽ സ്വർണ്ണവളല്ല, സ്വർണ്ണം ഇല്ലെങ്കിൽ സ്വർണ്ണമാലല്ല. അപ്പം നമുക്കത് പഴയത് പുതിയതെന്നൊക്കെ തോന്നിയിരിക്കും. മധ്യമന്മാരങ്ങനെയാണ്. അവർക്ക് ഓൾഡ് ഫാഷൻ, അവർക്ക് ദുർജനങ്ങളിൽ ഈശ്വരനെ കാണില്ല. അത് പഴയതാണ്, അല്ലെങ്കിൽ മോശമാണ്, തുരുമ്പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ അഴുക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കും. ജ്വല്ലറി പോയാൽ പലരും പല രീതിയിലല്ലേ കാണുക. അച്ഛനും മകളും കൂടിയും പണ്ടം വാങ്ങാൻ പോയി. മകളെന്താ നോക്കുക? മകൾ ഫാഷനാണ് നോക്കുക. കാണാൻ എങ്ങനെ ഉണ്ട്, എന്ത് ഭംഗി, പുതിയ ഫാഷനാണോ, ഇത് പഴയ ഫാഷനാണ്, മുത്തശ്ശീൻ്റെ കാലത്തുള്ളത്, അത് വേണ്ട. അച്ഛൻ പറഞ്ഞു കിടക്കട്ടെ, മകൾക്ക് വലിയ ഇഷ്ടമായില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനി സാധനം വാങ്ങുമ്പോൾ ഒക്കെ ഗോൾഡ് വാങ്ങുന്ന സമയത്ത് അച്ഛൻ നോക്കുക ഒരു കാര്യം മാത്രമാണ്, എന്ത്, പണിക്കൂലി. അച്ഛനതേ അറിയണ്ടോ, മറ്റേത് എന്തായാലും കുഴപ്പമില്ല. പക്ഷെ കുട്ടിക്ക് പണിക്കൂലി ഉള്ളൊരു വിഷയമല്ല. കുട്ടി നോക്കണം എന്താ, ഷെയ്പ്പ്. അതാണ് മായ. നാമം രൂപം അത് മാത്രമേ കുട്ടി ശ്രദ്ധിക്കുന്നുള്ളൂ. എന്നാൽ അച്ഛന് നാമരൂപം ഒന്നും വിഷയമില്ല. അച്ഛന് ഈ പണിക്കൂലി എത്ര ഉണ്ട്, അത് മാത്രമേ അച്ഛൻ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇനി ഇതൊക്കെ വാങ്ങി വീട്ടിൽ വെച്ചാൽ രാത്രി കക്കാൻ വരുന്ന കള്ളൻ ഓൾഡ് ഫാഷൻ വേണ്ട വിചാരിക്കുമോ? അതൊന്നുമില്ല. ആ മുത്തച്ഛൻ്റെ കാലത്ത് അതൊന്നും വേണ്ട, എടുക്കണ്ട, പഴയ ഫാഷൻ, പുതിയത് എടുക്കാം ചിന്തിക്കുമോ? വലിയ പണിക്കൂലി കുറവുള്ളതാ കൂടുതലുള്ളതാ ചിന്തിക്കുമോ? അയാൾക്കൊന്നേ ഉള്ളൂ, എന്ത്, സ്വർണം. വള മോതിരം എന്നുള്ള വ്യത്യാസം പോലും ആർക്കില്ല. ഒക്കെ കാണണ്ട അയാൾ, കാണാണ്ടിരിക്കില്ല. ജ്ഞാനികളങ്ങനെ, നമ്മളൊക്കെ അവർ കാണുന്നുണ്ട്, പക്ഷെ അവർക്ക് എന്തില്ല, ഒക്കെ വസ്തു ഒന്ന് തന്നെ, ബോധം മാത്രം. അത് പല രൂപത്തിലിങ്ങനെ നിൽക്കുകയാണ്. ഒരേ സ്വർണം വളയും മോതിരവുമായി നിൽക്കുന്നത് പോലെ, അത്രയേ ഉള്ളൂ. സ്ത്രീയും പുരുഷനും ഒക്കെ ആയിട്ട് നിൽക്കണം, സസ്യമായിട്ട് നിൽക്കണം, പശുവായിട്ട് നിൽക്കണം, ഇതൊക്കെ ഒരേ വസ്തു ഇതാണ്. ഇതിനൊന്നും മാറ്റമില്ല. ഇതൊക്കെ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ പരിണമിച്ച് ഇവിടെ തന്നെ ഉണ്ടാവും. ഒരാൾ എവിടേക്കും പോകണില്ല എന്ന്. പിന്നെ അപ്പം എന്താ വിഷയം? തിരമാല എവിടേക്കാണ് പോണത്? അത് വെള്ളം അവിടെ എപ്പോഴും ഉണ്ട്. അതിൽ തൽക്കാലം നമുക്ക് തോന്നിയൊരു പ്രതിഭാസം മാത്രമാണ് തിരമാല. മരുഭൂമി അവിടെ ഉണ്ട്. തൽക്കാലം നമുക്ക് തോന്നിയ ഒന്ന് മാത്രമാണ് എന്ത്, മരീചിക. ഈ സത്യം അറിയണ ജ്ഞാനിക്ക് എന്തില്ല, അവർക്ക് എല്ലാവരെയും ബഹുമാനിക്കും, ആദരവ് മാത്രമേ ഉള്ളൂ. അവരാണ് ഉത്തമന്മാർ. സവൈ ഭാഗവതോത്തമ. അവർക്ക് യസ്യ സ്വ പര ഇതി, അവർക്ക് തൻ്റേത് മറ്റവൻ്റേത് എന്നുള്ള വിചാരമൊന്നുമില്ല. എന്താണ് എൻ്റെ നിൻ്റെ, നമുക്കങ്ങനെ ഉണ്ട് ഇല്ലേ? എൻ്റേത് ഇങ്ങനെ, നിൻ്റേതാകുമ്പോൾ നിനക്ക് 2ാം ക്ലാസ് മതി, എനിക്ക് 1ാം ക്ലാസ് ഇല്ലേ? ഇങ്ങനെയുള്ള വ്യത്യാസമൊക്കെ അവർക്കതില്ല. അവർക്ക് ഞാൻ അന്യം എന്നുള്ള വിചാരമില്ല, ഭേദബുദ്ധിയില്ല. ഒക്കെ ഞാൻ തന്നെ, ഞാനല്ലാത്തൊരു വസ്തുവില്ല. ഈ ഒരു ഭാവമാണ് അവർക്കെന്തില്ല, ദ്വന്ദ്വങ്ങളില്ല. വെയിൽ മഴ അതൊന്നും അവരെ ബാധിക്കുന്നില്ല. എല്ലാ സമയവും ആണ് അവർക്ക് എന്തില്ല. സവൈ ഭാഗവതോത്തമ സർവഭൂത സമശാന്ത. അവരെപ്പോഴും ശാന്തരാണ്. അവരെ ദുഃഖിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ദുഃഖിക്കാനുള്ള സാഹചര്യം ഉണ്ടായാലും അവരെന്ത് ചെയ്യില്ല, ദുഃഖിക്കണോ വേണ്ട അവരെ തീരുമാനിക്കുക. സാഹചര്യമൊക്കെ നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ ദുഃഖിക്കണോ വേണ്ട അവർ തീരുമാനിക്കില്ല. അതുകൊണ്ട് അവർക്കെന്തില്ല, അവർ ദുഃഖിക്കാൻ തീരുമാനിച്ചില്ല. അതുകൊണ്ട് അവർക്കെന്തില്ല, ഒട്ടും ദുഃഖമില്ല. തമാശയായിട്ട് സോക്രട്ടീസിൻ്റെ കഥ പറയാറുണ്ട്. അദ്ദേഹം വലിയ തത്വചിന്തകനാണ്, പക്ഷേ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ളൊരു ഭാര്യയല്ല. എപ്പോഴും ചീത്ത പറയുന്ന ഒരു ഭാര്യയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. രാവിലെ ആയാൽ അവൾ എണീറ്റ് കഴിഞ്ഞാൽ അയാൾ ചീത്ത പറയാൻ പണി, അലാറം വെച്ച് എണീക്കും ചീത്ത പറയാൻ. 10 മിനിറ്റ് വൈകിയാലോ ചീത്ത പറയാൻ പറ്റാണ്ട് പോവില്ലേ, ഇങ്ങനെ ഒരു ഭാര്യ. അങ്ങനെ രാവിലെ അങ്ങനെ എണീറ്റാൽ ചീത്ത പറയലാണ്. അദ്ദേഹം പുസ്തകം വായിച്ചിരിക്കുമ്പോൾ വന്ന് ഇങ്ങനെ ഓരോന്ന് പറയും, ഒരു ഉത്തരവാദിത്തമില്ല, കാര്യങ്ങൾ നോക്കണില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം തൻ്റെ പണിയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവൾക്കത് പോരാ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹം ഒന്നും പറയില്ല. അദ്ദേഹം വിചാരിക്കണമെന്ന് വെച്ചാൽ
പ്രകൃതി അതിൻ്റേതായിട്ടുള്ള സ്വഭാവം കാണിക്കണം. അതിലൊന്നും നമ്മൾ വല്ലാതെ പരിഭ്രമിക്കേണ്ട. ഒരു ദിവസം ഇങ്ങനെ കുറേ ചീത്ത പറഞ്ഞിട്ട് ഒരു കുലുക്കൂല്ലാണ്ട് അയാൾ പുസ്തകം വായിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. അവൾ അടുക്കളയിൽ പോയിട്ട് ലേശം ഒരു വെള്ളം ബക്കറ്റിൽ കോരി കൊണ്ടുവന്ന് ഇയാളുടെ തലയിൽ കൂടി അങ്ങോട്ട് ഒഴിച്ചു. ദേഷ്യം ഇങ്ങോട്ട് വന്നിട്ട്. അപ്പം നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ദേഷ്യം വരില്ലേ? അദ്ദേഹത്തിന് ദേഷ്യമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, എവരിഡേ ഇറ്റ് തണ്ടേഴ്സ്, ടുഡേ ഇറ്റ് റെയിൻഡ്. എല്ലാ ദിവസവും ഇടിവെട്ടായിരുന്നു, ഇന്നിപ്പം മഴയും പെയ്തു. അല്ല, അദ്ദേഹം തല തോർത്തി അടുത്ത പേജ് മറിച്ച് മെല്ലെ വായിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് എന്തില്ല? സർവഭൂത സമശാന്ത. അദ്ദേഹത്തിന് എപ്പോഴും ശാന്തി ആണ്. അങ്ങനെ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ശ്രമിക്കുക. ആദ്യമൊക്കെ കൃത്രിമമായിട്ട് അഭിനയിച്ചോളൂ, എന്നാലും സാരമില്ല. കുറച്ചു കാലം അങ്ങനെ അഭിനയിച്ച പിന്നെ എന്തായി മാറും? നല്ലവനായിട്ട് അഭിനയിച്ചോളൂ. 41 ദിവസം ആരായി മാറും? 40 ദിവസം ഒന്നും പോരട്ടോ. അതാണ് അല്ലേ? മണ്ഡലമാസം കഴിഞ്ഞ 4 കാലം പിന്നെയും കാണുന്നുണ്ട് നമ്മൾ. ഒരു 108 ദിവസം അല്ലെ ഒരു വർഷം, ഒരു 365 ദിവസം കണ്ട് അഭിനയിക്കൂ. പിന്നെ ആരായി? പിന്നെ അയാളതായി. ആ അഭിനയിച്ചത് അയാളായി മാറും. അതുകൊണ്ട് ഇനി അഭിനയിച്ചാലും സാരമില്ല അത്രയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊന്ന് ശ്രമിച്ചു നോക്കൂ. അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറും. ഏതവസ്ഥയിലും താൻ പരാതി പറയില്ല എന്ന് ഉറപ്പിക്കുക. അതാണ് ആദ്യത്തെ ഉപദേശം. താൻ തിതിക്ഷസ്വ ഭാരത. ഭഗവാൻ ആദ്യമായിട്ട് അർജുനോട് പറഞ്ഞൊരു കാര്യം, ആദ്യം എന്ത് വേണം? ആദ്യം ഒന്ന് സഹിക്കുക. എന്താണ്? പരാതി പറയണത് ഒഴിവാക്കുക. നമുക്കാണെച്ചാൽ അതേ ഉള്ളൂ. നമ്മുടെ മുഖഭാവം തന്നെ ഏറെക്കുറെ എങ്ങനെയാണ്? ഒരാൾ വന്നാൽ പരാതി അല്ലേ? അല്ലേ നമ്മളങ്ങനെ നിൽക്കാം. അങ്ങനെ നിൽക്കന്നെ. ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ എന്താ സുഖമല്ലേ? എന്ത് സുഖം? അങ്ങനെയല്ല. സുഖമല്ല ചോദിച്ചാൽ പരമ സുഖമല്ലാണ്ട് എന്താ ഉള്ളത്? ആനന്ദം എന്നേ പറയാവൂ. അതിപ്പോൾ നീ വെന്റിലേറ്റർ കിടക്കുകയാണെങ്കിൽ ബോധം ഉണ്ടെങ്കിൽ അതേ പറയാവൂ. അല്ലാതെ എന്താ ചിത്രമൊക്കെ ഭാഗവതം വായിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഞാൻ അങ്ങനെയല്ല. വളരെ സന്തോഷമായിട്ടിരിക്കണം എന്നാ പറയേണ്ടത്. പഴയ ആൾക്കാർ അങ്ങനെയാണ് പറയുക. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർക്ക് പോയി എന്തൊക്കെ വന്നാലും വയ്യാന്നാവുന്നു വരില്ല. ഒരു കുഴപ്പമില്ല, പിന്നെയോ സുഖമായിട്ട് പോകണു. ദാരിദ്ര്യം ഉണ്ടോയെന്ന് അവർ പറയില്ല. നമ്മളാ ചൊക്കെ ഉണ്ട് എന്നാൽ തന്നെ ഒന്നുമില്ല. എന്തില്ല? ഉള്ളതൊക്കെ നമുക്കറിയാം. എന്നാൽ തന്നെ അവരില്ല എന്നേ പറയുള്ളൂ. കാരണം അങ്ങനെ പറഞ്ഞ് ശീലാവുകയാണ്. അത് വേണ്ടെന്നർത്ഥം. അതുകൊണ്ട് എപ്പോഴും ശാന്തനായിട്ടിരിക്കുക, തൃപ്തനായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ദുഃഖിക്കാൻ തീരുമാനിക്കരുത്. ഞാൻ ഇനി ദുഃഖിക്കാൻ ഉദ്ദേശിച്ചില്ല. ഒരു വെല്ലുവിളിയായിട്ട് എടുക്കുക. ഇനി എന്തു തന്നെ വന്നാലും ഞാൻ ദുഃഖിക്കില്ല. രോഗം വന്നോട്ടെ, അത് വിഷയമില്ല, എന്നാലും ഞാൻ ഇനി മാറിക്കോട്ടെ, എന്നാലും ദുഃഖിക്കില്ല. സമ്പത്ത് വരട്ടെ പോട്ടെ, ഞാൻ ദുഃഖിക്കാൻ ഉദ്ദേശിച്ചില്ല. മറ്റുള്ളവർ നിന്ദിക്കട്ടെ സ്തുതിക്കട്ടെ, ഞാൻ ദുഃഖിക്കേണ്ടതാണ് തീരുമാനിച്ചാൽ പിന്നെ ആർക്കാ ദുഃഖിപ്പിക്കാൻ പറ്റുക? അത് പറ്റില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. അവർക്ക് സർവഭൂത സമശാന്ത സവൈ ഭാഗവതോത്തമ. അവർക്ക് വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒരുപോലെയെന്ന് പറഞ്ഞിട്ടില്ല. അതിലവർ വിഷമിക്കില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് വെയിലും മഴയും ഒരുപോലെ ബുദ്ധിമുട്ടാവില്ലേ? അവർക്കെല്ലാം ഒരുപോലെയെന്ന് പറഞ്ഞാൽ പറ്റുമോ? അവർക്ക് ഭാര്യയും പെങ്ങളൊക്കെ ഒരുപോലെ? അല്ലല്ല. അത് പറഞ്ഞിട്ടില്ല. അതിലൊക്കെ ഉള്ളത് ഈശ്വരൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി അവർ ഒന്നിലും രാഗവും ദ്വേഷവും ഇല്ല, വളരെ ശാന്തമായിട്ടിരിക്കുന്നു. നമ്മളെപ്പോലെ പരാതി പറയുന്നില്ല എന്നർത്ഥം. പരാതിയില്ല, പരിഭവമില്ല. എന്തിനെനിക്കിതിങ്ങനെ വന്നു ചോദിക്കില്ല. എന്തിന് ഞാൻ അവിടെ ജനിച്ചു? നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാണ് അവിടെ ജനിച്ചത്? നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ. എന്നിട്ട് മൂപ്പരെ നോക്കും ഭർത്താവിന്. നരകരീതി നടുവിൽ ഞാൻ എന്ന് പറയാണ്. തെറ്റില്ല. ആ കീർത്തനമൊക്കെ തിരക്കുള്ള നല്ല കീർത്തനം തന്നെ. പക്ഷേ അങ്ങനെ ഇപ്പോൾ നരകമൊന്നുമല്ല. ഇപ്പോൾ ഈ ഭാഗവതമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നരക ഇതൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇല്ലെങ്കിൽ നരകമായിട്ട് കണക്കാക്കി. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് വൈകുണ്ഠല്ലേ? എന്താ ഇപ്പോൾ ഇവിടെ കുഴപ്പം? ഇനിയിപ്പോൾ ഒന്നും കൂടി ജനിക്കാൻ എന്താ പ്രയാസം? ഭാഗവതം ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്താ ബുദ്ധിമുട്ട്? എത്ര വേണമെങ്കിൽ ജനിക്കാം, ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടായാൽ മതി. എന്നാൽ പിന്നെ എന്തായാലും വിരോധമില്ല. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണ് ഭക്തന്മാരുടെ മട്ട്. അവർക്ക് ലോകത്തിലൊന്നും വേണ്ട. ത്രിഭുവന വിഭവഹേതവേപ്യകുണ്ഠ സ്മൃതിരജിതാത്മസുരാദിഭിർവിമൃഗ്യാത് ന ചലതി ഭഗവത് പദാരവിന്ദാത് ലവനിമിഷാർദ്ധമപി യസ്സ വൈഷ്ണവാഗ്ര്യഃ. വൈഷ്ണവാഗ്ര്യൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭക്തന്മാരിൽ അഗ്രഗണ്യൻ, ലീഡർ, ഏറ്റവും വലിയ ഭക്തൻ. ഭാഗവതോത്തമൻ ആരാ ചോദിച്ചാൽ ത്രിഭുവന വിഭവഹേതവേപ്യകുണ്ഠ സ്മൃതിരജിതാത്മസുരാദിഭിർവിമൃഗ്യാത്. 3 ലോകവും ആണ് ത്രിലോകാധിപത്യം, അല്ലെങ്കിൽ 3 ലോകവും അദ്ദേഹത്തിന് സമർപ്പിച്ചു. ഇനി 14 ലോകമുണ്ട്, 14 ലോകങ്ങളും ആ ഭക്തൻ അങ്ങോട്ട് കൊടുത്തിട്ട് പറയാണ്, താൻ ഒരു അരനിമിഷം ആ ഭഗവാൻ ഇന്ന് ഓർക്കാണ്ടിരിക്കുമോ? എന്താണ് താൻ സ്മരിക്കണ ഭഗവാൻ എന്നൊന്ന് ചിന്തിക്കാണ്ടിരിക്കുമോ ചോദിച്ചാൽ അദ്ദേഹം പറയും കൊണ്ടുപോടോ.
3 ലോകം 14 ലോകമൊന്നും ഭഗവാന്റെ മുന്നിൽ അവർക്ക് തുച്ഛാണ്. നമുക്കിപ്പം അങ്ങനെയാണോ? നമുക്കൊരു 10 ഉറുപ്പ്യ തരാൻ പറഞ്ഞാൽ ഇനി ഭാഗവതം വായിക്കാണ്ടിരിക്കുമോ, ഞാൻ ഒരു 1 കോടി ഉറുപ്പ്യ തരാം. ഓ അതാ നേരത്തെ പറയണ്ടേ. വ്യത്യാസം മനസ്സിലായില്ലേ? അതാണ് വ്യത്യാസം. അവരെ സംബന്ധിച്ചിട്ട് അവർക്കൊന്നും വേണ്ട. ത്യാഗരാജനെ പറ്റി പറയും, വലിയ പാട്ടുകാരൻ, ഭാഗവതർ എന്ന് പറയും, ത്യാഗരാജ ഭാഗവതർ. കാരണം ഭഗവാനെ കീർത്തിക്കുകയാണ്, അതിനാണ് പാട്ട് പാടുന്നത്, പ്രത്യേകിച്ച് നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം മനസ്സിലാക്കി അക്കാലത്ത് ശരഭോജി രാജാവ് ദാരിദ്ര്യം തീർത്തു കൊടുക്കാം, സമ്പത്തുണ്ടല്ലോ തൻ്റെ കയ്യിൽ. പക്ഷെ എന്താ കണ്ടീഷൻ വെച്ചാൽ തന്നെപ്പറ്റി സ്തുതിച്ചുകൊണ്ടൊരു പാട്ട് പാടണം. എന്നാൽ അതെല്ലാവരും പാടി നടന്നാൽ എനിക്കൊരു കേമത്തല്ലേ, ത്യാഗരാജർ എഴുതി പാട്ട് തന്നെ പറ്റിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തൻ്റെ ഒരാളെ വിട്ടു, ത്യാഗരാജനോട് പറയും ഇവിടെ വന്ന് രാജാവിനെ സ്തുതിച്ച് പാട്ട് പാടുകയാണെങ്കിൽ കനകാഭിഷേകം ചെയ്യാം. അത് ആളെ വിട്ടു. അയാൾ പോയി ത്യാഗരാജനോട് പറഞ്ഞു, അങ്ങേ രാജാവ് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, സംഗതി ഇതാണ്, അങ്ങ് അവിടെ എത്തി എന്ത് ചെയ്യുക, രാജാവിനെ സ്തുതിച്ചൊരു പാട്ട് പാടുകയാണെങ്കിൽ അങ്ങയുടെ ദാരിദ്ര്യം തീർന്നു എന്നാണ്. ഇനിയിപ്പോൾ ആജീവനാന്തം ആരെയും മുന്നിൽ ചോദിക്കേണ്ട, ഭിക്ഷ യാചിക്കേണ്ട കാര്യമില്ല, സുഖമായിട്ട് കഴിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നൊരു കീർത്തനം പാടിയത്രേ. അതാണ് നിധിചാല സുഖമാ രാമുനി സന്നിധി സേവാ സുഖമാ. നിധി കിട്ടാൻ പാടണോ, അല്ലെങ്കിൽ രാമൻ കേൾക്കാൻ പാടണോ, അല്ലെങ്കിൽ മനസ്സെ നീ പറയൂ, ഏതാ മുഖ്യം, നിധിയാണോ രാമൻ്റെ സന്നിധിയാണോ? എന്താണ്, രാമൻ്റെ സാന്നിധ്യമാണോ അല്ലെങ്കിൽ ഭൗതിക നേട്ടമാണോ? എന്താ വേണ്ടു? മനസ്സിനോട് ചോദിക്കുകയാണ്. നമ്മുടെ മനസ്സെന്താ പറയുക? അത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടെ നേന്ത്രപ്പഴം സ്വർണത്തിൻ്റെ പഴം വെച്ചാൽ നമ്മളെന്താ എടുക്കുക? നേന്ത്രപ്പഴം സ്വർണത്തിൻ്റെ പഴം വെച്ചു, ഏതാ നമ്മളെടുക്കുക? 1 കിലോ നേന്ത്രപ്പഴം 1 കിലോ സ്വർണ്ണപ്പഴം വെച്ച് അതെടുക്കുക. എന്താ സംശയം? അതിലിപ്പോൾ സംശയമുണ്ടോ? ഇതൊക്കെ ഇപ്പോൾ എന്താ ചോദ്യം? അത് നമ്മളിപ്പോൾ നല്ല വിശപ്പുണ്ടെങ്കിൽ എന്താ എടുക്കുക? 1 മാസമായിട്ടൊന്നും കഴിച്ചില്ല, പട്ടിണി, എന്നാലും എന്താ എടുക്കുക? അതാണ് മനുഷ്യൻ്റെ ബുദ്ധി, അതാണ് അറിവില്ലായ്മ. ഒരിക്കലും ഒരു നായോ പൂച്ചോ അങ്ങനെ ചെയ്യില്ല. അതിന് വെച്ചാൽ ആഹാരം തൽക്കാലം കഴിക്കാറുള്ളത് നോക്കി പോകും, സന്തോഷമായിട്ടിരിക്കണമുണ്ട്. നമ്മൾ ഭാവിക്ക് ചിന്തിച്ചെടുത്ത് വയ്ക്കും, എന്നാൽ അതൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ ജന്തുക്കൾ നമ്മളെ നോക്കി പരിഹസിക്കേണ്ടാവും, ഒക്കെ എടുത്ത് വെച്ചു, കഷ്ടം. എൻ്റെ കയ്പ്പയ്ക്ക ദിവസം കുടിച്ച് പാവം ഷുഗറും ബുദ്ധിമുട്ടായി, കിടക്കാനും വയ്യ. കട്ടിലൊക്കെ വാങ്ങി 2 ലക്ഷം ഉറുപ്പിയുടെ കട്ടിൽ കോസരി കിടക്കാൻ വയ്യ, അത് മാറ്റി വെച്ചിട്ട് പലകയാകുമ്പോൾ കിടക്കും, പാവം ഒക്കെ പോയില്ലേ എന്ന് നമ്മളെ നോക്കി പരിഹസിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് അതിലെ വിഷയം. ഇപ്പോൾ 3 ലോകത്തിൽ വെച്ച് ഏറ്റവും കേമായിട്ടുള്ള വസ്തു കൊടുത്താലും അവർക്ക് വേണ്ട എന്നാണ്. അവർക്ക് എന്ത് മതി? അവർക്ക് ഭഗവാനെ മാത്രം മതി. അതാണ് ലവനിമിഷാർദ്ധമപിയസ്സ വൈഷ്ണവാഗ്ര്യ. ഒരു അല്പസമയം പോലും അവർ ഭഗവാനിൽ നിന്ന് മനസ്സ് മാറ്റിവെക്കില്ല. അതവർ മാറ്റിവെക്കില്ല പറഞ്ഞാൽ അത് പോവില്ല. അതാണ് നമുക്കെന്താ വിഷയിച്ചാൽ ഭഗവാനിലേക്ക് മനസ്സ് വയ്ക്കാൻ നമുക്ക് പറ്റുന്നില്ല. വ്യത്യാസം മനസ്സിലാവണില്ലേ? നമുക്കെന്താ വെച്ചാൽ ഭഗവാനെ ഓർക്കാൻ പറ്റണില്ല എന്നുള്ളതാണ്. ഇവർ പറയുന്നത് ഭഗവാനെ മറക്കാൻ പറ്റണില്ല എന്ന്. ഇനി ഗോപികളൊക്കെ പറയുന്നുണ്ട്, വിസ്മർത്തും നൈവ ശക്നുമഹ ഉദ്ധവ, ഭഗവാനെ മറക്കാൻ വല്ല മന്ത്രം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. എന്താ കാരണം? ഞങ്ങൾക്ക് ഈ എവിടെ നോക്കിയാലും കൃഷ്ണനെ കാണുക, ഒന്ന് മാറ്റിക്കിട്ടിയാൽ നന്നായി. വിസ്മർത്തും നൈവ ശക്നുമഹ. എന്തെങ്കിലും ഉപാസന ഉണ്ടോ? കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് മന്ത്രം ജപിച്ചവനെ മറക്കാൻ വല്ല വഴിയുണ്ടോ? വിസ്മർത്തും നൈവ ശക്നുമഹ. ഇതാണ് ഭക്തന്മാരുടെ രീതി. അവരൊരിക്കലും ഭഗവാനെ മറക്കില്ല. ഭഗവത ഒരു വിക്രമാഘ്രി ശാഖാനഖമണി ചന്ദ്രികയാ നിരസ്തതാപേ. എന്താ കാരണം? അവർക്ക് ഭഗവാന്റെ വില നല്ലപോലെ അറിയാം. എന്താണ്? നല്ലപോലെ അറിയാം. ഭൗതിക നേട്ടത്തിൻ്റെ നിസ്സാരത നല്ലപോലെ അറിയാം. ഭഗവാന്റെ മഹിമയും നല്ലപോലെ അറിയാം. ആ നല്ലപോലെ വില അറിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല? അത് ഉപേക്ഷിക്കില്ല. വില അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഉപേക്ഷിക്കുന്നത്. അതറിഞ്ഞാൽ ഉപേക്ഷിക്കില്ല. കുട്ടികൾക്ക് ഇപ്പോൾ 500 ഉറുപ്പ്യ കിട്ടിയാൽ അവർ ചിലപ്പോൾ 1.5 വയസ്സുള്ള കുട്ടിക്ക് 500 ഉറുപ്പ്യ കൊടുത്താൽ ചിലപ്പോൾ അത് ചുരുട്ടി വായിലിട്ടൊന്ന് വരും. അത്രയേ ഉള്ളൂ. നമ്മളത് കണ്ടാൽ നമുക്ക് വില അറിയാം. വ്യത്യാസം മനസ്സിലാവണില്ലേ? അവർക്കത് അത്രയേ ഉള്ളൂ. അവർക്ക് മിഠായി കിട്ടിയാൽ പിന്നെ സന്തോഷമാവും. 1 ലക്ഷം ഉറുപ്പ്യ കൊടുത്താൽ സന്തോഷമാവുന്നില്ല. അത് വ്യത്യാസം. വില അറിയണവർക്ക്. ഇതുപോലെ നമുക്കിപ്പം ഭഗവാന്റെ വില അറിയില്ല, പക്ഷെ ആർക്കറിയാം? മഹാത്മാക്കൾക്ക്, സജ്ജനങ്ങൾക്ക് അറിയാം. നല്ലോണം നട്ടുച്ചയ്ക്ക് യാത്ര ചെയ്ത് വന്ന ആൾക്ക് ലേശം വെള്ളം കിട്ടിയാൽ എത്ര കണ്ട് സന്തോഷം ഉണ്ടാവും. മരുഭൂമിയിൽ കുറേ നേരം അലഞ്ഞൊരാൾക്ക് നിലാവത്തിരിക്കുമ്പോഴുള്ളൊരു കുളിർമ. ആ ചുട്ടുപൊള്ളി ഒരാൾക്ക് നിലാവത്തിരിക്കുമ്പോഴുള്ള കുളിർമ. ഇതുപോലെയാണ് ഭഗവാന്റെ നഖമണി ചന്ദ്രികയാ. ഭഗവാന്റെ തിരുനഖങ്ങളിൽ നിന്ന് വരുന്ന ചന്ദ്രകിരണം. 10 ചന്ദ്രന്മാർ ഒരുമിച്ച് ഉദിച്ചാൽ എത്ര കണ്ട് ശാന്തി ഉണ്ടാവും, എത്ര കണ്ട് ആശ്വാസം ഉണ്ടാവും. ആ ഒരു തണലിലിരിക്കുന്ന സജ്ജനങ്ങൾക്ക് ഒരിക്കലും ആ തണൽ വിട്ടുപോകാൻ തോന്നില്ല. അവരെന്ത് ചെയ്യുന്നു? അവരുടെ മനസ്സാകുന്ന ഒരലിൽ ഭഗവാനെ കെട്ടിയിടണം. ഹൃദയമാകുന്ന ഒരലിൽ മനസ്സാകുന്ന പൊൻചിരട് കൊണ്ട്
ആണ് ഭാഗവത്തിൽ മനോഹരമായിട്ടൊരു വർണ്ണന. പ്രണയരശനയാ ധൃതാംഘ്രി പത്മസ്സ ഭവതി ഭാഗവത പ്രധാന ഉക്ത. അവരാണ് ഭാഗവത പ്രധാനൻ. പല പേരിൽ പറയാം, ഭാഗവതോത്തമൻ, വൈഷ്ണവാഗ്ര്യൻ. ഇപ്പം ഇവിടെ ഭാഗവത പ്രധാന ഉക്ത, ഇതാണ് ഭാഗവത പ്രധാനൻ എന്ന് പറഞ്ഞാൽ ഭാഗവതന്മാരിൽ ഏറ്റവും കേമൻ. അവർ അവരുടെ ഹൃദയത്തിൽ ഭഗവാന്റെ പാദം കെട്ടിയിട്ടു. എങ്ങനെ കെട്ടിയിട്ടു? അവർ പൊഞ്ചിരട് കൊണ്ട്. ഏത് പൊഞ്ചരട്? അതവരുടെ മനസ്സാകുന്ന പൊഞ്ചരട് കൊണ്ട് ശുദ്ധമാക്കിയ ആ നൂല് കൊണ്ട് ഭഗവാന്റെ പാദത്തെ അവർ കെട്ടിയിട്ടു. അതുകൊണ്ട് ഭഗവാൻ ഇവരുടെ ഹൃദയം വിട്ടുപോകാൻ വയ്യ. അതുകൊണ്ടാണ് ബാക്കിയുള്ള ദിക്കിലേക്ക് നമ്മുടെ അടുത്തേക്ക് വരാത്തത്. എന്താ? അത് വിട്ടുപോകാൻ വയ്യ. ആ ഭക്തന്മാരെ എല്ലാം വിട്ട് തന്നെ ആശ്രയിച്ച ഭക്തന്മാരെ വിട്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഭൗതിക നേട്ടം ആഗ്രഹിക്കുന്നവരുടെ അടുത്തേക്ക് ഭഗവാൻ വരാറില്ല. കാരണം അവർക്ക് ഭൗതിക നേട്ടം വേണ്ട. ആരെ മതി? ഭഗവാനെ മതി. ഭഗവാനെ ആരാധിക്കുന്നത് ഒന്നും കിട്ടാനല്ല, ഭഗവാനെ കിട്ടാൻ വേണ്ടി മാത്രം. നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നത് ഭഗവാനെ കിട്ടാനാണോ? ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നത് ഭഗവാനിൽ നിന്ന് പലതും കിട്ടാൻ, ഭഗവാനെ കിട്ടാനല്ല, ഭഗവാനിൽ നിന്ന് കിട്ടാൻ. അങ്ങനെ വെച്ചാൽ ഭഗവാൻ നമ്മളെ ഇഷ്ടമെന്ന് തോന്നുന്നുണ്ടോ? നമ്മളെ മക്കൾ സ്നേഹിക്കുകയാണ്. എന്തിന്? ആ തള്ളവരിലൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു ഒപ്പിടാനേ. അത്രയും ഉണ്ട് അവർക്ക്. അങ്ങനെ ചില രക്ഷിതാക്കൾക്ക് മക്കളെ സ്നേഹം ഉണ്ടാവും. വരുമ്പോൾ പേടിയാവില്ലേ? വാതിലടക്കില്ലേ? വരുന്നുണ്ട്, തള്ളവരല്ലേ അന്വേഷിച്ച് വരികയാണ്. അത്രയേ ഉള്ളൂ. ഇതുപോലെയല്ലേ ഭഗവാൻ നമ്മളെ കാണുമ്പോൾ എന്ത് ചെയ്യും? നമ്മളങ്ങോട്ട് എത്തുമ്പോൾ നടടയ്ക്കും. എന്നുവെച്ചാൽ വരണുണ്ട് വിദ്വാൻ, അത്രയേ ഉള്ളൂ. കാരണം ഭഗവാൻ ഇത് തൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങി വയ്ക്കുക എന്നല്ലാണ്ട് ലെവലേശം സ്നേഹം എന്ന് പറഞ്ഞതില്ല. ഇത്രയൊക്കെ കൊടുത്തിട്ടും ഒരു നന്ദി ഇല്ലല്ലോ. ഒരു കച്ചവടം പോലെ, ഒരു ബ്രോക്കറെ പോലെ കണക്കാക്കണത്. എന്തെങ്കിലും കുറച്ച് അങ്ങോട്ട് കൊടുത്ത് അങ്ങോട്ട് തരുന്നൊരു വിദ്വാൻ. എന്നിട്ട് കുറച്ച് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് ലാഭം. 50 രൂപയുടെ പാൽപ്പാസ് ചിട്ടാക്കിയാൽ 50,000 രൂപയുടെ ശമ്പളം കിട്ടുന്ന ജോലി. ലാഭമല്ലേ? ഇങ്ങനൊരു കച്ചവടക്കാരനൊക്കെ ആയിട്ടാണ് കണക്കാക്കണതെങ്കിൽ അവർ പ്രാകൃതന്മാർ. ഇതാണ് കാണിച്ചിരുന്നത്. ഭാഗവതം ശരിക്കും പറഞ്ഞാൽ അധികമൊന്നും പഠിക്കണ്ട. ഈ ഭാഗവതധർമ്മം പഠിച്ചാൽ തന്നെ ഇനി ഒരു പുസ്തകം വായിക്കണ്ട. അത് പഠിച്ചത് മനസ്സിലാക്കിയിട്ടൊന്ന് ഉറപ്പിച്ചാൽ മതി. വേറൊന്നും ഇവിടെ ചെയ്യാനില്ല. അതുകൊണ്ട് ആരാണ് വൈഷ്ണവാഗ്രഹം ചോദിച്ചാൽ ഒരു പരാതിയും പറയാതെ ജീവിതത്തിലുണ്ടാവുന്നതൊക്കെ എന്ത് തന്നെ സംഭവിച്ചാലും അത് ഭഗവാന്റെ പ്രസാദമായിട്ട് കണ്ട് അത് അനുഭവിക്കണു സന്തോഷത്തോടെ. വെയിലാണെങ്കിൽ നല്ല വെയിൽ എന്നാണ് പറയുക. എന്താണ്? ചൂടാണെങ്കിൽ നശിച്ച ചൂടല്ല, നമ്മളതാ പറയുക നശിച്ച ചൂട്. അങ്ങനെയല്ല, അവർ പറയാം നല്ല ചൂട്. ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, നല്ലതെന്നേ പറയുള്ളൂ. ഇത്രയേ ഉള്ളൂ. നല്ല ദുഃഖം. നല്ല ദുഃഖമുണ്ടോ? ഭഗവാൻ തരുന്നതല്ലേ, ഇവനിപ്പം നല്ലതല്ല പറയാൻ പറ്റുമോ? കാരണം നല്ലത് തന്നെ. നല്ല സന്തോഷം, നല്ല ദുഃഖം ഒക്കെ നല്ല ചൂട്, നല്ല തണുപ്പ് ഒക്കെ നല്ലത് തന്നെ. അതാണ് ഭാഗവതോത്തമന്മാർ. അവരൊരിക്കലും എന്ത് ചെയ്യില്ല? പരാതി പറയില്ല. അവർക്ക് ഉള്ളിലും കുറച്ച് കഴിഞ്ഞാൽ പരാതി, പുറമെ പറയാണ്ടിരിക്കുക കുറച്ചൊക്കെ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഉള്ളിലും ഇല്ലാണ്ടാവും. പിന്നെ ഇതൊക്കെ പ്രകൃതി അതിൻ്റെ ധർമ്മം ചെയ്യുന്നു, നടന്നു പോകുന്നു. ഇതിലിപ്പം നമ്മളൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നത്തും ശോചിതുമർഹസി. ഇതിലിപ്പോൾ ദുഃഖിക്കണമെന്ന് എന്തിനാ? ദുഃഖിച്ചു വെച്ചിരുന്ന് മാറുമോ? ഉണ്ടോ? ഇല്ല. ദുഃഖിച്ചില്ലെങ്കിൽ ദുഃഖിക്കാണ്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ദുഃഖിച്ചു വെച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നടക്കേണ്ടതൊക്കെ നടക്കും. ദുഃഖിച്ചു എന്ന് കരുതിയിട്ട് വയസ്സാവാണ്ടിരിക്കുമോ? അതാവും. അത് ദുഃഖിച്ചാലും ഇല്ലെങ്കിലും ആവും. നമ്മൾ ദുഃഖിക്കാണ്ടിരുന്നൂടെ? എന്തായാലും അത് ആവേണ്ടതാവും. മരിക്കാണ്ടിരിക്കുക. ദുഃഖിച്ചില്ല വെച്ചിട്ട് ദുഃഖിച്ചു വെച്ച് മരിക്കാണ്ടിരിക്കൊന്നുമില്ല. അപ്പം മരിക്കട്ടെ. ദുഃഖിക്കാൻ ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യേണ്ടെന്നല്ല. രോഗം വന്നാൽ ചികിത്സിക്കാൻ നോക്കണം, അവിടെ പോലെയൊക്കെ നോക്കുക. കേമനായിട്ടുള്ള ഡോക്ടറെ തന്നെ പോവുക. കയ്യിൽ കാശുണ്ടെങ്കിൽ നല്ല ഹോസ്പിറ്റലിൽ തന്നെ പോയിക്കോളൂ. അത്ര കാശില്ല എന്നാൽ അതിനനുസരിച്ചുള്ള ഹോസ്പിറ്റലിൽ പോവുക. ഒക്കെ വേണ്ടതൊക്കെ ചെയ്തോളൂ, വേണ്ട പറയണില്ല. പക്ഷേ അത്രയ്ക്കേ സാധിക്കുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് ഇതൊന്നുമല്ല സത്യം എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വ്യവഹരിക്കാം. അഭിനയിക്കേണ്ട പറയുന്നത്. നാടകമൊക്കെ നന്നായി അഭിനയിക്കാം, കുഴപ്പമൊന്നുമില്ല. നാടകമാണെന്ന് മറന്നുകൊണ്ട. എന്താണ്? അത് ശ്രദ്ധിക്കണം. നമ്മളിതെന്ത് പറ്റി ചോദിച്ചാൽ വേഷം കെട്ട് കെട്ടിയപ്പോൾ അതായി വിചാരിച്ചു, അതാണ് സത്യം എന്ന് വിചാരിച്ചു. അത് പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും പുരുഷൻ സ്ത്രീ വേഷം കെട്ടി അഭിനയിക്കുമ്പം കാണുന്നവർക്കൊക്കെ സ്ത്രീയായിട്ട് തോന്നിയാലും പുരുഷൻ എന്താ പറയുക? താൻ സ്ത്രീയാണോ? അയാൾക്കറിയാം ഞാൻ പുരുഷനാ എന്ന് അയാൾക്ക് ബോധ്യമുണ്ട്. ഇതുപോലെ നമുക്കറിയണം ഞാൻ ആ ആനന്ദസ്വരൂപനാണ്. ചിലപ്പോൾ ദുഃഖം അനുഭവിക്കുന്ന വേഷമൊക്കെ കെട്ടിന്ന് വരാം, എന്നാലും ഞാൻ ആനന്ദസ്വരൂപിയാണെന്നുള്ളത് ഇതിപ്പോൾ നമുക്കറിയണില്ല. നമ്മൾ മറന്നുപോയി. നമ്മൾ വേഷം കെട്ടി പിന്നെ അതായിട്ട് മാറി താതാത്മ്യം. സീരിയൽ കണ്ട് സിനിമ കണ്ട് നമ്മൾ ആ നായകൻ ഞാനാന്ന് വിചാരിച്ച് പോയി ദുഃഖിക്കണില്ലേ? നായകൻ കരയുമ്പോൾ നമ്മളും കരയില്ലേ? ഇല്ലേ? സിനിമ കണ്ട് കരയാറില്ലേ? നായകൻ കരഞ്ഞു, നമ്മൾ കരഞ്ഞു. നായകൻ കണ്ട് മരിച്ചു, അയ്യോ പിന്നെ പറയണ്ട. പിന്നെ
വലിയ പ്രയാസമായി. നമുക്കാ നഷ്ടം ഉണ്ടായത്, നമ്മുടെ 200 രൂപ പോയി. അതിൻ്റെ കരച്ചിലല്ല, അതൊന്നും വിഷയമില്ല. നായകൻ അയാൾ മരിച്ചില്ല നമുക്കറിയാം. അയാൾ പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, കോടികൾ സമ്പാദിക്കുന്നുണ്ട്, ഒക്കെ നമുക്ക് നിശ്ചയുണ്ട്. എന്നിട്ടും നമ്മൾ കരയേണ്ടത് ആ താതാത്മ്യം. കുറച്ച് നേരം ഇങ്ങനെ നമുക്കറിയാം, ഞാനല്ല എന്നാൽ ഞാനാണ്, ഞാനല്ല ഞാനാണ്. എന്താണ് മായ? എന്താണ്? അറിയായൊന്നുമില്ല, എന്നാലും അങ്ങനെ കാണുമ്പോൾ ഒരു താതാത്മ്യം. ഇതാണ് ദുഃഖത്തിന് കാരണം. അപ്പോൾ ഇവിടെ അടുത്ത ചോദ്യം വരികയാണ്, എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഇങ്ങനൊരു ഭക്തി വരാത്തത് എന്നാണ്. എന്താ ഇപ്പോൾ ഉത്തരം പറയാം? എന്തുകൊണ്ടാണ് എല്ലാവരും ഭാഗവതം കേൾക്കാൻ വരാത്തത്? എന്തുകൊണ്ടാണ് ഈ ഒരു ആധ്യാത്മിക വിഷയത്തിനോട് എല്ലാവർക്കും താല്പര്യം ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ ഉത്തരമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തേ ഉത്തരം വേണമെന്നുണ്ടെങ്കിൽ മായ. എന്താണ്? സമാധാനമായി. എന്ത് മായ? ഒരു ഉത്തരം പറഞ്ഞതേ ഉള്ളൂ, തൽക്കാലം ആ ജിജ്ഞാസ നിൽക്കാൻ. അതിന് മായ എന്ന് പറയാം, മായ കൊണ്ടാണ്. അപ്പോഴാ ചോദ്യം, എന്താണ് മായ? അപ്പോൾ അതിന് ഉത്തരമായിട്ട് അന്തരീക്ഷൻ ഉത്തരം പറയും. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അന്തെന്ന് പറഞ്ഞാൽ അകത്തേക്ക് നോക്കാൻ കഴിവുള്ളവൻ, ഉള്ളിലേക്ക് നോക്കാൻ കഴിവുള്ളവനാണ് ഉത്തരം പറയുന്നത്. അവർക്ക് മായ ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന അർത്ഥം. അന്തരീക്ഷം പറഞ്ഞു, അത് മായയാണ് കാരണം. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഇങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ പറ്റാത്തത്, സമാധാനമായിട്ടിരിക്കാൻ തോന്നാത്തത്? എന്തുകൊണ്ട് ആധ്യാത്മിക വിഷയങ്ങളിൽ ശ്രദ്ധ ഇല്ല? എന്തുകൊണ്ട് ഈ ഒരു ഭക്തി എല്ലാവരിലും ഉണ്ടാവുന്നില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം മായ. അപ്പോൾ എന്താ മായ? മായ പറഞ്ഞാൽ യാ മാ സാ മായ. യാതൊന്നാണോ ഇല്ലാത്തത് എന്നാൽ അതുള്ളതുപോലെ തോന്നുക, അതിനെയാണ് മായ പറയുക. ഇല്ലാത്തത് ഉള്ളതുപോലെ തോന്നുമോ? പിന്നെ ഇപ്പോൾ കാണുന്നതൊക്കെ ഇപ്പോൾ ഉള്ളതാ, നമ്മളിപ്പോൾ എന്തൊക്കെ കാണുന്നുണ്ടൊക്കെ ഉള്ളതാ. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വല്ല ചെറിയ എന്തെങ്കിലും പ്രശ്നം വന്നൊക്കെ മാറണില്ലേ? ഇല്ലേ? പലരും പണ്ട് കാണുന്നവരെ കാണാണ്ടേ ആവണില്ലേ? കാഴ്ചശക്തി ഇപ്പം എന്തെങ്കിലും കണ്ണട വെച്ചു, പണ്ടില്ലായിരുന്നല്ലോ, ജനിക്കുമ്പോൾ കണ്ണടണ്ടോ? ഇല്ല. അപ്പോൾ ഇതിപ്പോൾ അത്രയുള്ളൂ കഥ. അത് തന്നെ നോക്കുക. നമുക്ക് തന്നെ ഇപ്പം ചിലർ മാനസിക പ്രശ്നങ്ങളുള്ളവരില്ലേ, അവർക്ക് കാണാത്തത് കാണുന്നുണ്ട്, കേൾക്കാത്തത് കേൾക്കുന്നുണ്ട്, ഇല്ലേ? പറഞ്ഞതൊക്കെ വേറെ തരത്തിൽ മനസ്സിലാക്കണില്ലേ? എന്തെല്ലാം ലോകത്ത് നടക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ 5 ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്, അതിലൊരു ഇന്ദ്രിയം കുറഞ്ഞു വിചാരിക്കുക, നമ്മൾ കാണുന്ന ലോകം വ്യത്യാസമാവില്ലേ? ഇല്ലേ? ഒരു ഇന്ദ്രിയം കൂടി വിചാരിക്കുക, അപ്പോഴും ഇതേ വിഷയമുണ്ട്. ഉറുമ്പ് സംസാരിക്കണോ കേൾക്കാൻ പറ്റിയാലോ? അല്ല, അങ്ങനെ വിചാരിക്കാം, നമുക്ക് അങ്ങനെ വർത്തമാനം പറയണമൊക്കെ കേൾക്കാൻ പറ്റിച്ചാൽ അല്ലേ? നമുക്കിപ്പോൾ കാണുന്നത് തന്നെ നമ്മൾ കാണുന്നത് പോലെ ആവില്ല ജന്തുക്കൾ കാണുന്നത്, ആണോ? ഒരു ഉറുമ്പ് എങ്ങനെയായിരിക്കും ഇപ്പോൾ നമ്മളെ കാണുന്നത്? നമ്മൾ കാണുന്ന പോലെയാണ്? അല്ല. ഒരു വസ്തു പഞ്ചസാര നമ്മൾ കാണുന്ന പോലെ ആവില്ല ഉറുമ്പ് കാണുന്നത്, ഒക്കെ വ്യത്യാസം ഉണ്ടെന്ന് അർത്ഥം. അപ്പം അതുകൊണ്ട് മായ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, അത് ഇല്ലാത്തതാണ്, ഉള്ളതുപോലെ തോന്നുക. നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ സ്വപ്നം. എന്താണ് ഇതിൽ നല്ല ഉദാഹരണം വേറെ ഇല്ല. എന്താണ്? സ്വപ്നം. സ്വപ്നം ഉള്ളതാണോ? ആണോ? ഉള്ളതാണെന്ന് പറയാം, ഇല്ലാത്തതാണെന്നും പറയാം, ഇല്ലേ? ഒക്കെ പറയാം. കാണുന്ന ആൾക്കുള്ളതാ. എന്താണ്? അതുപോലെ ദുഃഖം ഉള്ളതാണ്, ദുഃഖിക്കുന്ന ആൾക്കുള്ളതാ. സ്വപ്നം ഉറങ്ങണ ആൾക്കല്ലേ, സ്വപ്നം കാണുന്ന ആൾക്കുള്ളതാ. ഉണർന്ന ആൾക്കോ? ഇല്ലാത്തതാ. അത്രയേ ഉള്ളൂ. അപ്പം സ്വപ്നം കാണുന്ന ആൾക്കുള്ളതാണ്, ഉണർന്ന ആൾക്ക് ഇല്ലാത്തതാ. ഇതുപോലെ മായ അജ്ഞാനം ആർക്ക് ചോദിച്ചാൽ അനുഭവിക്കുന്നവൻ, ദുഃഖിക്കുന്നവൻ അതുള്ളത് തന്നെയാണ്. പക്ഷേ ഉണർന്നവന്, ഭാഗവതമൊക്കെ വായിച്ച് ശ്രദ്ധിച്ച് ഏകാഗ്രത വന്ന മനസ്സോടുകൂടി വിചാരം ചെയ്ത് ഉണർന്നവന് ആ ദുഃഖം മായ ഇല്ലാത്തതാണ്. വ്യത്യാസം മനസ്സിലായോ? കാണുന്നവനതുള്ളതാണ്, ഉണർന്നാൽ പോയില്ലേ. സ്വപ്നത്തിൽ കാണുന്നതൊക്കെ സത്യം പറയാൻ പറ്റുമോ? ഉണർന്നാൽ പോയില്ലേ. സ്വപ്നം കണ്ടു, നമ്മളങ്ങോട്ട് പോയി, വിമാനത്തിൽ അമേരിക്കയിലെത്തി. സ്വപ്നം കണ്ടതാ. എവിടെത്തി? രാവിലെ ആയപ്പോഴോ? രാവിലെ ആയപ്പോഴോ അമേരിക്കയിൽ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് എങ്ങനെയാണ് വരിക? ആ വിഷയമില്ല, അത് പേടിക്കണ്ട, കാരണം അത് സ്വപ്ന. അപ്പം സ്വപ്നത്തിൽ നമ്മൾ അമേരിക്കയിലെത്തത് കണ്ടാലും പേടിക്കാനൊന്നുമില്ല, അത് സ്വപ്നമാണ്, അതുള്ളതല്ല. കാണുമ്പോൾ എന്നാൽ കാണുന്ന സമയത്ത് ഇല്ലാത്ത തോന്നിയോ? വിമാനം ഇല്ലാത്തതായിട്ട് തോന്നിയോ? പോണതില്ലാത്തതായിട്ട് തോന്നിയോ? അമേരിക്ക ഉള്ള അമേരിക്ക തന്നെയാണ് പോണത്, വിമാനത്തിൽ തന്നെ. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ലേശം പോലും ഇത് സ്വപ്ന തോന്നിയിട്ടില്ല. ഉണ്ടോ? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നം അറിഞ്ഞുകൊണ്ട് കാണുകയാണോ? അല്ല, അതുള്ളത് തന്നെയാണ് വിചാരിക്കണത്. പക്ഷേ ഉണർന്നപ്പോൾ അത് പോയി. ഉണർന്നാൽ അതില്ലാണ്ടേ. അതാണ് മായ എന്ന് പറയുന്നത്. കാണുമ്പോൾ ഉള്ളതാ. ഇതുപോലെ അജ്ഞാനിയെ സംബന്ധിച്ചുള്ളതും ജ്ഞാനിക്കില്ലാത്തതും യുക്തിവാദിക്കൊരിക്കലും പിടികിട്ടാത്തതുമാണെന്ത്? അതാണ് മായ. അങ്ങനെയാണ് ഉത്തരം പറയാൻ. അത് ഭഗവാന്റെ തന്നെ ഒരു ശക്തിയാണ്, പരബ്രഹ്മത്തിൻ്റെ ശക്തിയാണ് മായ. ഏതുപോലെ ചോദിച്ചാൽ ഒരു പാട്ടുകാരനും പാട്ടും പോലെ. പാട്ടുകാരനെ നമുക്ക് കണ്ടാൽ അയാൾ പാടുന്നു മനസ്സിലാവുമോ? ഇല്ല, അങ്ങനെയൊന്നും മനസ്സിലാവില്ല. ചിലർ നമ്മൾ പാടുന്നൊക്കെ വിചാരിക്കും, ജുബിൻ താടിയും കണ്ടപ്പോഴേ അങ്ങനെ വിചാരിച്ചു കച്ചേരിക്കാരൻ ആയിക്കോളുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. പാടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയൊക്കെ വിദ്യ അയാളുടെ കയ്യിലുണ്ടോ ആണ്.
അപ്പം പാടുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി എന്ത് അയാൾക്ക് ആ ശക്തി ഉണ്ട്. അതുപോലെ ഒരു മാജിക്കാരനെ അയാൾ മാജിക്ക് കാണിക്കുമ്പം ഇന്ദ്രജാലക്കാരനും അയാളുടെ ഇന്ദ്രജാല ശക്തിയും അത് പറയുമ്പോൾ രണ്ടായിട്ട് തോന്നും. ശക്തിയും ശക്തനും രണ്ടായിട്ട് തോന്നും. എന്നാൽ വാസ്തവത്തിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും രണ്ടല്ല. ഒരു ഉദാഹരണം കൂടി പറയാം. ഉച്ചയ്ക്ക് ശേഷമൊക്കെ പറയാൻ പറ്റിയ വിഷയമാണ്, എന്നാലും പറയാം. തീയും ചൂടും. എന്താണ് തീയും ചൂടും? തീയിൻ്റെ ശക്തിയാണ് ചൂട്. എന്നാൽ ശക്തിയും ശക്തനും ഒന്നല്ലേ? തീയും ചൂടും വേറെയാ ആണോ? ഇതുപോലെ മായയും ബ്രഹ്മവും വേറെയാണോ? അല്ല. ബ്രഹ്മത്തിൻ്റെ ശക്തിയാണ് മായ, ഈശ്വരൻ്റെ ശക്തിയാണ് മായ എന്ന് പറയാം. എന്നാൽ ചിന്തിച്ച് പോകുമ്പോൾ മനസ്സിലാവും രണ്ടല്ല. പാട്ടുകാരനും പാട്ടും രണ്ടല്ല. പാട്ടുകാരനില്ലെങ്കിൽ പാട്ടില്ല, തീയില്ലാത്ത ചൂടില്ല, ഇന്ദ്രജാലക്കാരൻ ഇല്ലെങ്കിൽ ഇന്ദ്രജാലം ഇല്ല. തീയില്ലെങ്കിൽ ചൂടില്ല. ഇതേപോലെ ശക്തി ആണ്. ബ്രഹ്മമില്ലെങ്കിൽ മായയില്ല. മായയ്ക്ക് അടിസ്ഥാനം അത് ബ്രഹ്മം തന്നെയാണ്. അതാണ് താല്പര്യം. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിനെ പറയുക. അപ്പം മായയാണ് ഈ കാണുന്നതൊക്കെ. ഈ പ്രപഞ്ചം തന്നെ മായയാണ്. ഈശ്വരനിൽ ആരോപിച്ചു. സൃഷ്ടി സ്ഥിതി സംഹാരം ഇവിടെ വർണ്ണിക്കുകയാണ്. സൃഷ്ടി സ്ഥിതി പ്രളയം ഇതൊക്കെ മായ കൊണ്ട് തോന്നുന്നതാണ്. ഇല്ലാത്തൊന്ന് ഉള്ള ദിക്കിൽ തോന്നുക. ഉദാഹരണമൊക്കെ കുറേ നമ്മൾ കണ്ടതാണ്. രജ്ജു സർപ്പം. ഇല്ലാത്ത പാമ്പിനെ ഉള്ള കയറിൽ കണ്ടു. ഇവിടെ ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഒന്നുമില്ലാണ്ട് പാമ്പ് കാണില്ല ഉണ്ടോ? അത് ചോദ്യം. കയറവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നുമില്ല എന്ന് പറയരുത്. ഇവിടെ ഈശ്വരൻ തന്നെ ഇല്ല പറയരുത്. ഒരു വസ്തു ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ടാണ് ഇവിടെ പലരും ദുഃഖിക്കണതും സുഖിക്കണതൊക്കെ. അപ്പോൾ വസ്തു ഇല്ല എന്ന് പറയാൻ പാടില്ല. കണ്ട് ഭ്രമിക്കണമെങ്കിൽ ഒരു സാധനം അവിടെ ഉണ്ടാവണം. ഒന്നുമില്ലാത്തടത്തൊന്നും തോന്നില്ല, പാമ്പ് തോന്നില്ല. ഒന്ന് വേണം അടിസ്ഥാനമായിട്ട്. അതുകൊണ്ട് ഇവിടെ ബ്രഹ്മത്തിൽ അടിസ്ഥാനമായ വസ്തു ബ്രഹ്മം, അതിൽ പ്രപഞ്ചം എന്നൊരു തോന്നൽ ഉണ്ടായി. കുറച്ച് കഴിഞ്ഞ് വെളിച്ചം വരുമ്പോഴോ ആ തോന്നൽ ഇല്ലാണ്ടിയും ആവും. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ അറിവ് വന്നാൽ ആ തോന്നൽ ഇല്ലാണ്ടിയാവും. ഇപ്പം ദുഃഖിക്കണതൊക്കെ വെറുതെ ആയിരുന്നു എന്നുള്ളത് അറിവ് വരുമ്പം മനസ്സിലാവും. അയാൾക്കും തൻ്റെ ദുഃഖിച്ച അവസ്ഥയെപ്പറ്റി ഓർമ്മയില്ലാണ്ടിരിക്കുന്നുമില്ല. ഏതുപോലെ ചോദിച്ചാൽ നല്ലൊരു ഉദാഹരണം പറയും. പകൽ സമയത്ത് ചന്ദ്രനെ കാണുന്നത് പോലെയാണ് ജീവൻ മുക്തൻ തൻ്റെ മനസ്സിനെ കാണുന്നത്. അത്രേ. എന്താണ്? പകൽ സമയത്ത് ചന്ദ്രനെ കാണാറില്ലേ? രാവിലെയൊക്കെ നോക്കിയപ്പോൾ നേരത്തെ നോക്കി ചന്ദ്രനൊക്കെ കാണാം. മുകളിൽ ചന്ദ്രൻ്റെ പ്രകാശം, സൂര്യൻ്റെ പ്രകാശത്തിലാണ് ആരെ കാണുന്നത്? ചന്ദ്രൻ അവിടെ ഉണ്ടെന്ന് കാണാൻ. അങ്ങനെ ഇതേപോലെ നമ്മൾ ബോധത്തിൻ്റെ പ്രകാശത്തിലാണ് വസ്തുവിനെയൊക്കെ ശ്രദ്ധിക്കുന്നതെങ്കിലും അവിടെ മനസ്സുള്ളതായിട്ടും ശരീരമുള്ളതായിട്ടും കാണാം. പക്ഷെ അതൊന്നും തന്നെ ഒട്ടും ബാധിക്കുന്നില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ബദ്ധന്മാരെ സംബന്ധിച്ച് അതൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്നാൽ ജീവൻ മുക്തന്മാരെ സംബന്ധിച്ച് അതൊന്നും അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇനി നാടൻ ഭാഷയിൽ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ അത് രാമകൃഷ്ണദേവൻ പറയും. ഏതുപോലെ ചോദിച്ചാൽ, മായ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടിമയാണ്. നായയാണ് ഭഗവാന്റെ കയ്യിൽ. എന്താണ്? ഭഗവാന്റെ കയ്യിൽ നായ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പം മുതലാളിയുടെ കയ്യിലുള്ള നായ നല്ല വില കൂടിയ നായയാണ്. നല്ല സിംഹം അതിൻ്റെ അടുത്തെത്തില്ല. അജാതി നായൊക്കെ ഉണ്ട് ഇപ്പം. അങ്ങനെയുള്ള നായ, അതാണ് ഈ മായ. രക്ഷപ്പെടാനുള്ള വഴി അതൊരു കഥ പറയും അദ്ദേഹം. ഏതുപോലെ ചോദിച്ചാൽ, നമ്മളിപ്പം നമ്മുടെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവിടെ നായുള്ള കാര്യം നമുക്കറിയില്ല. നമ്മൾ എത്തി ആ ഗേറ്റ് അങ്ങോട്ട് തുറന്നപ്പോഴാണ് ആര് വരുന്നത്? കുറച്ചും കൊണ്ട് അങ്ങോട്ട് വന്നു. നമ്മുടെ നെഞ്ചത്തങ്ങോട്ട് കയ്യും വെച്ച് ഈ നായേ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കെന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റുമോ? ആ നായയോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യം, നമ്മൾ അങ്ങോട്ട് ഒച്ചുണ്ടാക്കിയത് ഇങ്ങോട്ട് അതിനേക്കാൾ വലിയ ഒച്ചുണ്ടാക്കും. നമ്മളതിനെ പിടിച്ചു മാറ്റാൻ പുറപ്പെട്ടാൽ അത് ചിലപ്പോൾ കടിച്ചൊന്നും വരും. ഒന്നും മിണ്ടാണ്ടിരുന്നാൽ കടി കിട്ടില്ല. അങ്ങനെ നിന്നാൽ മതി. വലിയ പ്രശ്നമില്ലാണ്ട് കഴിച്ചു വിട്ടാൽ. എന്താ ഇപ്പോൾ അവിടെ ഒരു മാർഗം? നമ്മൾ അങ്ങോട്ട് പ്രതികരിക്കും തോറും അതിൻ്റെ അക്രമാസക്തി കൂടും. ഇതാണ് മായ. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നം ഇതാണ്. നമ്മളത് ഇല്ലാണ്ടിയാക്കാൻ ശ്രമിക്കും തോറും അത് കട്ടിപ്പിടിച്ച് വരികയാണ്. അപ്പോൾ എന്താ വഴി? ഒരൊറ്റ വഴിയുള്ളൂ. എന്താ വഴി വെച്ചാൽ മുതലാളിയെ വിളിക്കുക. കൂട്ടുകാരനാച്ചാൽ കൂട്ടുകാരനെ വിളിക്കുക. മുതലാളിയുടെ പേര് ഗോപാലൻ എന്നാണ് വിചാരിക്കുക. എന്നാ ഗോപാലേട്ടാ എന്ന് വിളിക്കല. മായ വിളിച്ചിട്ട് കാര്യമില്ല. ആരെ വിളിക്കണം? ഗോപാലേട്ടാന്ന് വിളിച്ചാൽ ആര് വരും? ആ ഗോപാലേട്ടൻ മുകളിൽ എന്തോ ടി വി കണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ശബ്ദം കേട്ടത്. അയാൾ ചാടി വന്നപ്പോഴാണ് തന്നോട് ചോദിക്കാണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ അവകാശമാണ്. തൻ്റെ പറമ്പയ്ക്ക് വന്നാൽ നോക്കേണ്ടത് ഏൽപ്പിച്ചതല്ലേ. അപ്പോൾ അത് നോക്കിയതാണ്. അപ്പോൾ അദ്ദേഹം അത് കണ്ടപ്പോഴേ ടിക്കും അങ്ങോട്ട് വിളിച്ചപ്പോൾ ആര് പോയി? ആ ടിക്കുൻ്റെ ഒരു പോക്ക് കാണണം. നമ്മുടെ മുന്നിൽ ഈ പരാക്രമം കാണിച്ച ടിക്കു അയാളുടെ മുന്നിൽ, കാരണം അയാളുടെ അടിമയാണ്. നമ്മുടെ ഉടമയാണ്. അതാണ് വ്യത്യാസം. അയാളുടെ അടിമയാണ്. അതങ്ങോട്ട് പോയി ടിക്കു ആ മുതലാളിയുടെ കാലിൻ്റെ ചുവട്ടിൽ ചുരുണ്ടങ്ങോട്ട് കടന്നു. ഒരു പ്രശ്നവുമില്ല.
ഇതുപോലെ നമുക്കും ഈ മായയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരൊറ്റ വഴി ഈ മായയുടെ ഉടമസ്ഥനെ ആശ്രയിക്കലാണ്. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഭാഗവതം കേൾക്കുന്നത് ആ ഉടമസ്ഥനെ ആശ്രയിക്കുകയാണ്. ഞാൻ ഈ മായയെ പറ്റി വല്ലാണ്ട് പരിശോധിക്കാൻ നിൽക്കണില്ല, മായയിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മായയുടെ ഉടമസ്ഥനെ ആശ്രയിക്കുന്നു. ഭഗവാന്റെ ആളായാൽ മതി. കുറച്ച് ദിവസം നമ്മൾ ആ ഗോപാലേട്ടൻ്റെ കൂടെ അവിടെ ഇരുന്നു വിചാരിക്കുക, ഒരു 7 ദിവസം താമസിച്ചു വിചാരിക്കുക. 7 ദിവസമൊന്നും വേണ്ട, 2 ദിവസം അതൊന്നും വേണ്ട. കുറച്ച് നേരം ഇരുന്നാൽ തന്നെ നായ എങ്ങനെ നോക്കും നമ്മളെ, ഇയാളായിട്ട് എന്താ ബന്ധം, തൻ്റെ മുതലാളി ഇയാളും കൂട്ടുകാരാ തോന്നുന്നുണ്ട്. നല്ലോണം നിരീക്ഷിച്ച് ഒപ്പം ഇരുന്ന് ചായ കുടിക്കലും ഭക്ഷണം കഴിക്കണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ നായ നമ്മുടെ അടുത്ത് വന്നിട്ട് എന്ത് പറയും? നേരത്തെ അറിയാണ്ട പറ്റിയതാ, സോറി, എനിക്കറിയില്ലായിരുന്നു, അത് ഗോപാലേട്ടൻ്റെ ആളാണ്, എനിക്കറിയില്ലായിരുന്നു, ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ കാലിടയിൽ കൂടി ആര് നടക്കും? അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് 2 ദിവസം ഭാഗത്തൊന്ന് ശ്രദ്ധിച്ചാൽ, 7 ദിവസം വളരെ നന്നായി. അങ്ങനെ ശ്രദ്ധിച്ചാൽ ഈ മായ നമ്മളോടൊന്ന് പറയും, ഇന്നലെ പറയാൻ ബുദ്ധിമുട്ടിച്ചു, എനിക്ക് അറിയില്ലായിരുന്നു, സത്യമായിട്ടും അറിയില്ലായിരുന്നു, ഭഗവാന്റെ ആളെന്ന് അറിയണ്ടേ. ഇനി എന്ത് ചെയ്യില്ല, ഇനി മേലാൽ ഞാൻ ശല്യം ചെയ്യില്ല, ഇനി തൻ്റെയും അടിമയാണ് ഞാൻ എന്ന് പറഞ്ഞ് അത് ഒതുങ്ങിത്തരും. അതല്ലാതെ അതിനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടാൽ അത് കടിച്ച് കീറിന്ന് വരും. ഇതാണെന്ന് ലോകത്ത് നടക്കുന്നതൊക്കെ. അതിനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടും, അധപ്പതനം, വലിയ വീഴ്ചയിലേക്ക് വീണ്ടും വീണ്ടും വീണുകൊണ്ടിരിക്കുക. ആകെ ദുഃഖം, മനപ്രയാസം, ആത്മഹത്യ ചെയ്യുക, ആകെ പരാതി, ബുദ്ധിമുട്ട്, സമാധാനമില്ല. ഇതാണ് ലോകത്ത് കാണുന്നത്, വേറൊരു വഴിയില്ല. അതുകൊണ്ട് ഈ ഉടമയെ ആശ്രയിക്കുക. മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉള്ളതുപോലെ തോന്നുക. അതിനുള്ള ഉദാഹരണമാണ് മരുമരീചിക. ഇനി ഇതിനെ പറ്റിയൊക്കെ നൈയായികന്മാർ വളരെ വിസ്തരിക്കും. ഈ ഇല്ലായ്മ തന്നെ പലതരത്തിലുണ്ട്. എന്താണ് ഇല്ലായ്മ തന്നെ? പ്രാഗഭാവം, പ്രധ്വംസാഭാവം, അന്യോന്യാഭാവം, അത്യന്താഭാവം. എന്താണ് പ്രാഗഭാവം? അത് വെറുതെ പറയാം, ഒന്ന് മനസ്സിലാക്കണം, നല്ലതാണ്. കാരണം ചില തത്വങ്ങൾ ബോധിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ പഠിച്ചേ പറ്റും. അതിനതൊക്കെ പറയണത് പ്രാഗഭാവം എന്ന് പറഞ്ഞാൽ ഒരു കുടം, ഒരു കലം ഉണ്ട്, മൺകലം, അത് പൊട്ടുന്നതിൻ്റെ മുന്നെന്തുണ്ടായിരുന്നു? ആ കലം ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് പ്രാഗഭാവം. ഈ കലം വെക്കണതിൻ്റെ മുന്നേ എന്തില്ലായിരുന്നു? ആ കലല്ലായിരുന്നു. അതാണ് പ്രാഗഭാവം. പൊട്ടിക്കഴിഞ്ഞപ്പോൾ എന്തില്ല? കലല്ല. രണ്ടും ഒരുപോലത്തെ ഇല്ലായ്മയല്ല. കലം വെക്കണതിൻ്റെ മുമ്പ്, കലം ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ കലം ഇല്ലായിരുന്നു ഉള്ളത് പ്രാഗഭാവവും, കലം ഉണ്ടായി പൊട്ടിയപ്പോൾ അതെന്തായി? അത് പ്രധ്വംസാഭാവവുമായി. മനസ്സിലായോ? ഇല്ല, എന്നൊരു പറയണം. കലം ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് കലമില്ലായിരുന്നു, അതാണ് പ്രാഗഭാവം. കലം ഉണ്ടായതിന് ശേഷം പൊട്ടിപ്പോയി, അതാണ് പ്രധ്വംസാഭാവം. അപ്പോഴും കലമില്ല. രണ്ടിലും കലമില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒന്ന് കലം ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നില്ല, ഒന്ന് കലം ഉണ്ടായി പൊട്ടിയപ്പം ഉണ്ടായിരുന്നില്ല. ഇനി അന്യോന്യാഭാവമുണ്ട്. അത് ഇരുട്ടും വെളിച്ചം പോലെ. ഇരുട്ടുള്ളപ്പം വെളിച്ചമില്ല, വെളിച്ചം ഉണ്ടെങ്കിൽ രണ്ടും കൂടി ഉണ്ടാവുക. കുറച്ച് ഇരുട്ടും കുറച്ച് വെളിച്ചം, അങ്ങനെയല്ല. വെളിച്ചം ഉണ്ടെങ്കിൽ ഇരുട്ടില്ല, ഇരുട്ടില്ലെങ്കിൽ അങ്ങനെയല്ല. ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമില്ല, വെളിച്ചം ഉണ്ടെങ്കിൽ ഇരുട്ടില്ല. രണ്ടും കൂടി ഒരുമിച്ച് നിൽക്കില്ല. ഇതുപോലെ ജ്ഞാനവും അജ്ഞാനവും ഒരുമിച്ച് നിൽക്കില്ല. ഒരു കയറിൻ്റെ പകുതി പാമ്പും പകുതി കയറും കൂടി നിൽക്കില്ല. ഒരു കുറ്റി കണ്ടു, മരക്കുറ്റി, പകുതി പ്രേതം പകുതി മരക്കുറ്റി, അങ്ങനെ ഉണ്ടാവില്ല. അത് പ്രേതമല്ല, അല്ലെങ്കിൽ പ്രേതമാണ്. ഒന്നെങ്കിൽ അന്ധകാരം ഉണ്ടാവും, തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ വസ്തു കൃത്യമായിട്ട് അറിയും, വെളിച്ചം വന്നാൽ കൃത്യമായിട്ട് അറിയും. ഇങ്ങനെയുള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത് അന്യോന്യാഭാവം. ഇനിയിപ്പോൾ ഉണ്ട് അത്യന്താഭാവം. ഒരിക്കലും ഇല്ലാത്തതാണ്, എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉള്ളതുപോലെയൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റും. എന്താണ്? അല്ല, മാജിക്ക് നടക്കണില്ലേ? അതൊന്നും ഇല്ലാത്ത, പക്ഷെ ഉള്ളത് സ്വപ്നം അങ്ങനെയല്ലേ? ഇല്ലാത്തതാണ്. തല വെട്ട നോക്കിയായിട്ട് കാണുന്നില്ലേ മാജിക്ക് കാണുമ്പം? അത് നടക്കാത്ത കാര്യം ഒന്നും ഉള്ളതല്ല. നമ്മൾ കാണുന്നുണ്ട്, ആ മാജിക്കാരൻ വരുന്നു, കസേരമ്പൽ എടുത്തൊരു പെൺകുട്ടിയെ, അയാളുടെ മകൾ തന്നെയാണ്. അവിടെ ഇരുത്തിന്നിട്ട് എന്ത് ചെയ്തു? കഴുത്തങ്ങോട്ട് വെട്ടി. കാണുമ്പോഴേക്കും നമ്മുടെ കൈയൊക്കെ തലേക്ക് പോയി. ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ മക്കൾ? അയാൾക്കൊരു സങ്കടമില്ല, അയാൾക്കറിയാവുന്നത്. അത് കഴിഞ്ഞൊരു കട്ടനിട്ടു, പിന്നെ കുട്ടിയെ കാണാനില്ല. നമ്മളാകെ പിടിച്ചു, കുട്ടി പോയി, കാണാനില്ല. പേടിക്കാനേ ഇല്ല. അയാൾക്ക് ആ സ്റ്റേജിൻ്റെ ചുവട്ടിൽ കൂടെ പോയിട്ട് കുട്ടി അവിടെ ചായയും വടയും കഴിക്കുക. അയാൾക്കറിയാം, അയാളത് കാണുന്നുണ്ട്, നമ്മളത് കാണുന്നില്ല. നമ്മളത് പോയല്ലോ ആലോചിച്ച് വിഷമിക്കുകയാണ്. അയാൾക്ക് കൃത്യമായിട്ട് കാര്യം അറിയാം, അതുകൊണ്ട് ദുഃഖമില്ല. അതുകൊണ്ട് ദുഃഖത്തിന് കാരണം കൃത്യമായിട്ട് കാര്യം അറിയാത്തതാണ്. കൃത്യമായിട്ട് കാര്യം അറിയാത്തതാണ് പ്രശ്നം. നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ലേശം അങ്ങനെ കണ്ടാൽ സിനിമ എന്താ മനസ്സിലാവില്ല. ആദ്യം മുതൽ അവസാനം വരെ കാണണം, അപ്പോഴേ കാര്യം മനസ്സിലാവുള്ളൂ. ഇതൊന്നും അറിയാണ്ട് അങ്ങനെ ഇടയ്ക്ക് വെച്ച് കണ്ടാൽ, ആട്ടറിയാണ്ട കഥ കണ്ടാൽ അങ്ങനെ ഉണ്ടാവും. അതുപോലെയാവും. ഇടയ്ക്കൊക്കെ വെച്ച് എന്തൊക്കെയോ കണ്ടു, തെറ്റിദ്ധരിക്കും. പണ്ട് കഥകളി കഴിഞ്ഞ സമയത്ത് സായിപ്പ് അവാർഡ് കൊടുത്തു, ട്രോഫി. ആർക്ക്? തിരശീല പിടിച്ച ആൾക്ക്. അതിനാൾക്ക് കൊടുത്തു. അപ്പം സായിപ്പിനോട് ചോദിച്ചു, എന്താ ഇപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു? അയാൾ പറഞ്ഞു, മറ്റേ ഈ രൗദ്രഭീമൻ ഇങ്ങോട്ട് വരാണ്ടിരുന്നത് ഇവർ പിടിച്ചോണ്ടല്ലേ.
അയാൾ അങ്ങനെ വിചാരിച്ചത്. അപ്പം അതൊക്കെ പറ്റും. ഇത് കാര്യം അറിഞ്ഞാൽ വിഷമമില്ല, ഇത് അറിഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ജീവിക്കാമെന്നല്ലാണ്ട് ദുഃഖം ഒരിക്കലും വിട്ടു പോവില്ല എന്നർത്ഥം. അപ്പം ഇങ്ങനെ അഭാവം തന്നെ പലതരത്തിലുണ്ട്, ഇല്ലായ്മ തന്നെ പലതരത്തിലുണ്ട്. അതുകൊണ്ട് അജ്ഞാനം എന്തിന് എങ്ങനെയൊന്നും ചോദിക്കാൻ നിൽക്കരുത്. അജ്ഞാനം എന്നുണ്ടായി എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ഈ പ്രപഞ്ചം എന്നുണ്ടായി ചോദിച്ചാൽ ഉത്തരം എന്താണെന്നറിയോ? ഉത്തരം എന്താ? ഉണ്ടായില്ല എന്നാ. എന്താണ്? അപ്പോൾ ഒന്നുകൂടി പരിഭ്രമാവും. അതുകൊണ്ട് ആ വക ചോദ്യം ചോദിക്കരുത്. അത് ഏതുപോലെ ചോദിച്ചാൽ ആചാര്യസ്വാമികൾ പറയും, ഏതുപോലെ ചോദിച്ചാൽ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാൻ പാടില്ല. അജ്ഞാനം എന്നുണ്ടായി ചോദിച്ചാൽ ഉത്തരം അജ്ഞാനം ഉണ്ടായിട്ടില്ല, അജ്ഞാനം അനാദിയാണ്, എന്നും ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒന്ന് പറയട്ടെ, അനന്തമല്ല എന്ന് പറഞ്ഞാൽ അവസാനിക്കും. ഇരുട്ടെന്നുണ്ടായി ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? അതറിയില്ല. ടോർച്ച് കൊണ്ടുവന്നാൽ പിന്നെ ഇരുട്ടുണ്ടാവില്ല, അതറിയാം, അത് ചിന്തിക്കൂ. അല്ലാണ്ട് അത് എന്നുണ്ടായി ചോദിച്ചാൽ ഉത്തരമില്ല. അതുകൊണ്ട് ഇനി ആ വക ചോദ്യങ്ങൾ എന്ത് ചെയ്യരുത്. ഒരു വിവേകി ചോദിക്കാനേ പാടില്ല. എന്ത് ചോദിക്കുക എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കണേ. ഈ വക ചോദ്യങ്ങൾ ചോദിക്കരുത്. എന്തിനാ അപ്പോൾ ഇതിങ്ങനെ വന്നു? വന്നിട്ടില്ല. ഇനിയിപ്പോൾ ചോദിച്ചാൽ ഉത്തരം പറയാം. എന്തിനാ സ്വപ്നം കാണുന്നത് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം? എന്തിനാ അങ്ങനെ സ്വപ്നം കാണുന്നത് എന്താ പറയുക? എന്തിനാ ചോദിച്ചപ്പോൾ എന്താ പറയുക? നല്ലൊരു ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ ഉണരാൻ. എന്തിനാണ്? ഉണരാൻ. എന്തിനാ അങ്ങനെ ദുഃഖം തരുന്നത് ഭഗവാൻ? ഉണരാൻ, ദുഃഖിക്കാണ്ടിരിക്കാൻ, ഇനിയെങ്കിലും ദുഃഖിക്കാണ്ടിരിക്കാൻ. എന്തിനാ ഇങ്ങനെ പരീക്ഷ തരുന്നത്? പാസ്സാവാൻ. എന്താണ്? അങ്ങനെയാണ് വിവേകി ഇങ്ങനെയുള്ള ഉത്തരം കണ്ടെത്തുക. അല്ലാത്തവർ പിന്നെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കും, എന്തിനാ അവിടെ ഇങ്ങനെ ജനിച്ചത്? ഉത്തരമില്ല, ജനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉത്തരം. അത് മനസ്സിലാവണം വെച്ചാൽ ഒരു പക്വത വേണ്ടേ? ജനിച്ചിട്ടില്ല, അത് ബോധിപ്പിക്കുകയാണ്. ഏതുപോലെ ചോദിച്ചാൽ വിദ്യാരണ്യ സ്വാമികൾ പറയണത്, കാലിലെന്തോ എൻ്റെ ഒരു ചെരുപ്പില്ലാണ്ട്, പണ്ടത്തെ കാലല്ലേ, അപ്പോൾ ചെരുപ്പില്ലാണ്ട് യാത്ര ചെയ്യുമ്പോൾ കാലിലെന്തോ ഒരു കറയായി, എന്തോ ഒരു പക്ഷിയുടെ എന്തോ ജന്തുവിൻ്റെ എന്തോ ഒരു, മനസ്സിലായില്ലേ, എന്തിൻ്റെ എന്തൊരു കഷ്ടമാണ്. അപ്പം നമ്മൾ വീട്ടിലേക്ക് വേഗം എത്തിക്കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യുക? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എന്താ ചെയ്യുക? ആദ്യം ലെൻസെടുത്ത് കൊണ്ടുവരും, ആണോ? കാല് കഴുകുകയേ ചെയ്യുള്ളൂ. അല്ലാതെ അപ്പം ഏത് ജന്തുവിൻ്റെ അത് പരിശോധിക്കാൻ നിൽക്കില്ല. ഇതുപോലെയാണ്. ഏത് കർമ്മത്തിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കണമെന്ന് പരിശോധിക്കാൻ വിവേകി നിൽക്കില്ല. ഇതൊന്നും ഇല്ല എന്നറിയും. ഈ വേഗം ഈ അഴുക്ക് ഇല്ലാണ്ടിയാക്കുക, ഈ ചളി ഇല്ലാണ്ടിയാക്കുക, ഈ അജ്ഞാനം ഇല്ലാണ്ടിയാക്കുക എന്നല്ലാതെ എന്തിനിത് വന്നു എന്നൊന്നും ചോദിക്കില്ല. നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് പറ്റിയതാ. അതില്ലാണ്ടിയാക്കാൻ നോക്കാം. അനാദിയാണെങ്കിലും അനന്തമല്ല എന്നുള്ള കാര്യം ഓർത്തു വെക്കണം. എന്നാൽ ബ്രഹ്മം അനാദിയും അനന്തവുമാണ്. എന്നാൽ അജ്ഞാനം മായ അത് അനാദിയാണെങ്കിലും എന്തല്ല, അനന്തമല്ല പറഞ്ഞാൽ അവസാനമുണ്ട് എന്നർത്ഥം. ദുഃഖത്തിന് അവസാനമുണ്ട്. ആനന്ദത്തിന് അവസാനമില്ല, പക്ഷെ ദുഃഖത്തിന് അവസാനം ഇല്ലാണ്ടിയാക്കാൻ പറ്റും. അതാണ് അതിലത്തെ വിഷയം. അതുകൊണ്ട് അതിന് ശ്രമിക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ ചോദിക്കുകയാണ്, അതിനെന്താ വഴി? ഈ ദുഃഖം ഇല്ലാണ്ടിയാക്കാൻ എന്താ വഴി ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് പ്രബുദ്ധൻ. മായയെ എങ്ങനെ ഇല്ലാണ്ടിയാക്കാം? ഉത്തരം എന്താ? പ്രബുദ്ധനാവണം. എന്താണ്? പേര് തന്നെ ഉണ്ട്, ഇവരുടെ പേര് തന്നെ എന്തുണ്ട്? ഈ ഉപദേശം ഉണ്ട്. സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്രബുദ്ധനാവുക, അതാ വേണ്ടത്. ബോധം ഉണ്ടാവണം. പ്രബുദ്ധൻ പറഞ്ഞു, അതുകൊണ്ട് ഈ മായയിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? തസ്മാത് ഗുരും പ്രപദ്യേത ജിജ്ഞാസുഹു ശ്രേയ ഉത്തമം. നല്ലൊരു ഗുരുനാഥനെ ആശ്രയിക്കണം. ജിജ്ഞാസു ആര്? മായയെ ഇല്ലാണ്ടിയാക്കണം എന്ന് ആഗ്രഹിക്കുന്നവൻ. അല്ലാത്തവർ അതിൻ്റെ പിന്നാലെ പോകണമെന്നില്ല. ഇനി ദുഃഖിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നവൻ എന്ത് ചെയ്യണം? നല്ലൊരു ഗുരുനാഥനെ ആശ്രയിക്കുക. അതെങ്ങനെ വേണം? അതും പറഞ്ഞു. ശാബ്ദേ പരേച നിഷ്ണാദം ബ്രഹ്മണി ഉപശമാശ്രയം. വളരെ ഗൗരവത്തിൽ ശാസ്ത്രീയമായിട്ട് ഈ ഒരു തത്വം പഠിച്ച ഗുരുനാഥനെ തന്നെ ആശ്രയം. അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടും. പലരും ഉണ്ടാവും അങ്ങനെ, നമ്മളെ ഒന്നും കൂടി വട്ടം കറക്കണ ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ നമ്മളാകെ ബുദ്ധിമുട്ടായിട്ട് ചെല്ലുന്നത് ഒന്നുകൂടി വിഷമിപ്പിച്ച് അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് പോകരുത്. വളരെ കരുതണം എന്നർത്ഥം. ശാബ്ദേ പരേച നിഷ്ണാദം എന്ന് പറഞ്ഞാൽ വേദം പഠിച്ചിട്ടുണ്ട്, അത് അനുഭവത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുരുനാഥൻ്റെ അടുത്തേക്ക് ചെന്ന് തൻ്റെ ആ വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നല്ലൊരു ശിഷ്യനാണെങ്കിൽ ഉള്ളിലുള്ള വിനയം കണ്ട് അവർ നമുക്ക് ഭാഗവതാൻ ധർമാൻ ശിക്ഷയത്. അവർ ഭാഗവത ധർമ്മം നമ്മളെ പഠിപ്പിക്കും. അതിന് നമ്മൾ പാകപ്പെടാനുണ്ട്, ഉടനെ പഠിപ്പിക്കൊന്നുമില്ല, നല്ലോണം പരീക്ഷിക്കും. ഗുരു ശിഷ്യ ബന്ധം ഉണ്ടായാൽ മാത്രമേ അവരെന്ത് ചെയ്യും? ഉപദേശിക്കുള്ളൂ. കൃഷ്ണൻ്റെ കൂടെ അർജുനൻ കുറേ കാലം നടന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഉപദേശിച്ചോ? എത്രയോ നല്ല സന്ദർഭം ഗീത ഉപദേശിക്കാൻ ഉണ്ടായിട്ടുണ്ട്. നല്ല സന്ദർഭം ആശ്രമങ്ങളിൽ, ഗംഗയുടെ തീരത്ത്, എത്രയോ നല്ല കാട്ടിലൊക്കെ എത്രയോ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എന്താ ഉപദേശിച്ചോ? അങ്ങനെയൊക്കെ അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും ഉപദേശിക്കാതെ എപ്പോഴാണ് യുദ്ധക്കളത്തിൽ, യുദ്ധത്തിന് നടുക്ക് വെച്ച് ഉപദേശിക്കണമെങ്കിൽ എന്താ കാരണം? അപ്പോഴേ അർജുനൻ ശിഷ്യനായിട്ടുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? അർജുനൻ അത് ശിഷ്യനായിട്ടില്ല. അതുവരെയും കൂട്ടുകാരനായിട്ടും തൻ്റെ
ഒരു ബന്ധുവായിട്ടും സുഹൃത്തായിട്ടും മാത്രമേ കണ്ടിട്ടുള്ളൂ, അമ്മാവൻ്റെ മകനായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ യുദ്ധക്കളത്തിൽ വെച്ച് എന്ത് കണ്ടു? ശിഷ്യസ്തേഹം ശാധിമാം ത്വാം, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, എന്നെ നേർവഴിക്ക് നയിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് അങ്ങോട്ട് മാറി വന്നു ആ ഗുരുനാഥൻ്റെ സീറ്റിലേക്ക്. അതുവരെയും ഡ്രൈവറായിട്ടാണ് കണ്ടത്. ഉടനെ മാറി, കാരണം മനസ്സിലാക്കി ഇയാൾ ചില്ലറക്കാരനല്ല, ഇദ്ദേഹത്തെ ആശ്രയിച്ചാൽ എൻ്റെ ദുഃഖത്തെ അകറ്റാൻ പറ്റും എന്നുള്ള വിവരം ആർക്കുണ്ടായി? അർജുനുണ്ടായി. അതോടുകൂടി ഭഗവാന് വലിയൊരു ബഹുമാനം കൊടുക്കുകയാണ്. ഗുരുനാഥനായിട്ട് കണ്ടു, അപ്പം അർജുനാരായി, ശിഷ്യനായി. അത്രയേ ഉള്ളൂ. അതാണ് അവളുടെ വിഷയം. ചിലപ്പോൾ അച്ഛനാവും, പക്ഷേ അച്ഛൻ മകനെ പോലെ കാണുള്ളൂ. പക്ഷേ അച്ഛനെ ഗുരുനാഥനായിട്ട് കാണുമ്പോൾ അച്ഛൻ ആ മകനെ ശിഷ്യനായിട്ട് കണ്ട് ഉപദേശിക്കും. അതായിട്ടൊക്കെ വ്യത്യാസമുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ശിഷ്യനാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഗുരുനാഥൻ എന്നെ ഉപദേശിക്കുന്നില്ല, എനിക്ക് നല്ലത് പറഞ്ഞു തരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ശിഷ്യനായിട്ടില്ല എന്നർത്ഥം. എന്താണ്? അല്ലാതെ അങ്ങനെ പിടിച്ചു വാങ്ങാൻ നല്ലൊരു ഗുരുനാഥനെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല പറഞ്ഞാൽ നമുക്കതിനുള്ള പക്വത വന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? നമ്മൾ പക്വത ആർജിക്കാൻ ശ്രമിക്കുമ്പം സ്വാഭാവികമായിട്ട് ആര് വരും? ആ ഗുരു എത്തിക്കോളും, എവിടെയെങ്കിലും നമുക്ക് കിട്ടും. അതൊരു വ്യക്തി ആയിക്കോളണമെന്നില്ല, തത്വമാവാം, പല പല വ്യക്തികളാവാം, ചില ആശയങ്ങളാവാം, ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കും. അപ്പം അതാണ് വേണ്ടതെന്നർത്ഥം. തത്ര ഭാഗവതാൻ ധർമാൻ ശിക്ഷേത് ഗുരുവ് ആത്മദൈവതഃ അമായ അനുവൃത്തിയാ യൈഹി തുഷ്യേത് ആത്മാത്മദോഹരി സർവതോ മനസോ സംഗം ആദൗ സംഗം ച സാധുഷു ദയാം മൈത്രീം പ്രശ്രയം ച ഭൂതേഷു അദ്ധാ യഥോചിതം ശൗചം തപഃ തിദിക്ഷാം ച. ഒക്കെ ശിഷ്യന് വേണ്ട ഗുണങ്ങളാണ്. ശൗചം, വൃത്തി വേണം, കുളി ജപം ഒക്കെ വേണം, മനസ്സിന് ഇന്ദ്രിയങ്ങളൊക്കെ അടക്കണം, മൗനം, മിണ്ടാണ്ടിരിക്കാൻ ശീലിക്കണം, അത്യാവശ്യത്തിന് മാത്രം സംസാരം, ആരെപ്പറ്റിയും കുറ്റം പറയരുത്, മറ്റുള്ളവർ പറഞ്ഞാൽ അവിടുന്ന് വല്ല എണീറ്റ് പോവുക, തൻ്റെ സാന്നിധ്യത്തിൽ കുറ്റം പറയൽ നടക്കരുത്, താൻ അതിന് കേട്ട് മൂളരുത്. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ വളരെ കരുതി നടന്നാൽ മാത്രമേ ഈ ഒരു തത്വം തെളിയുള്ളൂ. ബ്രഹ്മചര്യം, ഈശ്വര വിചാരം ഉണ്ടാവണം, ലൗകിക വിഷയങ്ങളെപ്പറ്റി ചിന്തിക്കാണ്ടിരിക്കണം, അഹിംസ, ഒന്നിനും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദ്രോഹിക്കാണ്ടിരിക്കുക, സമത്വം, എല്ലാത്തിലും സമത്തെ കാണുക, എല്ലാത്തിലും ബ്രഹ്മത്തെ കാണുക, സർവത്ര ആത്മേശ്വരാന്വീക്ഷാം, കൈവല്യം അനികേതതാം വിവിക്ത ചീരവസനം, സന്തോഷം യേന കേനചിത്. എന്ത് കിട്ടിയാലും സന്തോഷിക്കാൻ പഠിക്കുക. എന്ത് കിട്ടിയാലും സന്തോഷമായി, ഒന്നും കിട്ടിയില്ലെങ്കിലും അപ്പോഴും സന്തോഷം, അപ്പോഴും സന്തോഷം. എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പരിശീലിക്കുക. വിവിക്ത ചീരവസനം, വൽക്കലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കാവ്യ എടുത്ത് നടക്കണം എന്നല്ല, അതൊന്നും പറ്റിക്കോളന്നില്ല. വസ്ത്രത്തിലൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നർത്ഥം. അതിൻ്റെ മുകളിലൊക്കെ മെനക്കെട്ടിട്ടാണ് നമ്മുടെ ഈ സമയം, ആയുസൊക്കെ പോവുകയാണ്. കുറേ കാലം കൊടുക്കട്ടും കൈ മടക്കി വെച്ചിട്ട് ആയുസ് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഭ്രമമൊന്നുമില്ല. വസ്ത്രമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കൊടുക്കുക, നാണം മറക്കണം എന്നുള്ള വിചാരമേ ഉള്ളൂ. എവിടെയെങ്കിലും കിടന്നുറങ്ങുക, വലിയ വീട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഓടി. എന്തായാലും ഒരു വീട്ടിൽ താമസിക്കാം, 2 വീട്ടിൽ താമസിക്കാൻ പറ്റുമോ ഒരേ സമയം? 2 വാഹനത്തിൽ ഒരേ സമയം സഞ്ചരിക്കാൻ പറ്റുമോ? ഇല്ല, അതൊന്നും പറ്റില്ല. അതുകൊണ്ട് പണം ഉണ്ടാക്കണ്ടെന്നൊന്നും പറയണില്ല, അതൊക്കെ ആവശ്യത്തിന് മതി. പണം ഉണ്ടാക്കാനായിട്ട് ജീവിക്കുകയല്ല, ജീവിക്കാൻ പണം ഉണ്ടാക്കുക, അത്രയും വേണം. ജീവിക്കാനുള്ള പണമൊക്കെ വേണം, പക്ഷെ പണം ഉണ്ടാക്കാനായിട്ട് ജീവിച്ചാൽ ജീവിതം നഷ്ടപ്പെടും, ശാന്തി നഷ്ടപ്പെടും. അത് മറന്നു പോകരുതെന്ന് അർത്ഥം. ശ്രദ്ധ, ഭാഗവതേ ശാസ്ത്രേ, ശ്രദ്ധ എവിടെയിരിക്കണം? ധനത്തിലാവരുത്. ധനം ഉണ്ടാക്കണ്ട പറഞ്ഞിട്ടില്ല, ആർജിക്കണം, ന്യായമായിട്ടൊക്കെ ആർജിക്കുക. അധികമൊന്നും വേണ്ടെന്നേ ഉള്ളൂ. അത്യാർത്തി വേണ്ട, കിട്ടണമെന്നും വേണ്ട വെക്കണ്ട, കിട്ടാത്തതിൻ്റെ മേലെ ഓടും വേണ്ട. തനിക്ക് അർഹതപ്പെട്ടത് വന്നോളും, അത് വരട്ടെ, ഭഗവാൻ തരുന്നതാണ്, സ്വീകരിക്കാം. അത്രയും കൊണ്ടു. ഇങ്ങനെയൊക്കെ ലോകത്ത് കഴിയുക. ഭാഗവത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഭാഗവത ഈ ഗ്രന്ഥം മാത്രമല്ല ഉദ്ദേശിച്ചു കേട്ടോ. കാരണം ഈ ഭാഗവത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഭാഗവതം എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ ഭഗവത് സംബന്ധമായിട്ടുള്ള കാര്യം, ആധ്യാത്മിക വിഷയം എന്നർത്ഥം. ഉപനിഷത്ത് ആധ്യാത്മിക വിഷയങ്ങളിൽ ശ്രദ്ധിക്കുക എന്നർത്ഥം. അനിന്ദാമന്യത്ര ചാപിഹി, ഇതിൽ ശ്രദ്ധിക്കാത്തവരുണ്ടാവും, അവരെ നിന്ദിക്കാനൊന്നും പോകണ്ട. എല്ലാവരും ഭാഗവതം വായിക്കില്ല, കണ്ടില്ല ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ട് ആരും വരണില്ലല്ലോ, അങ്ങനെയൊന്നും പറയരുത്. ഓരോരുത്തർക്കും ഓരോ ക്ലോക്കാണ്, സമയമാകുമ്പോൾ എത്തിക്കോളും. നമ്മളും ഇപ്പോഴല്ലേ എത്തിയുള്ളൂ. ഇതിൻ്റെ മുന്നേ എവിടെയായിരുന്നു? 10 കൊല്ലം മുന്നേ എവിടെയായിരുന്നു? 10, 20, 30 കൊല്ലം മുന്നേ എവിടെയായിരുന്നു? അങ്ങനെയൊക്കെ ആലോചിച്ച് പോയാൽ പ്രയാസമാവും. എവിടെയായിരുന്നു ഒക്കെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഒരു സമയമുണ്ട്. രത്നാകരൻ വാൽമീകി അവനൊരു സമയം എടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സമയമാകുമ്പോൾ വരും, ആരെയും നിന്ദിക്കേണ്ട. എല്ലാവരും അവരവരുടെ കർമ്മമണ്ഡലത്തിൽ ചെയ്തു പോകണു. സമയമാകുമ്പോൾ ഭഗവാൻ ഓരോരുത്തരെയും അല്ലെങ്കിൽ പ്രകൃതി ഓരോരുത്തരെയും സമയത്ത് എത്തിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, സമാധാനമായിട്ടിരിക്കുക. ആരെയും പാഠം പഠിപ്പിക്കാനോ പുച്ഛിക്കാനോ ഒന്നും പോവാതെ നോക്കണം. കാരണം അവിടെ എന്ത് വരും? അവിടെ അഹന്ത പൊന്തി എന്നർത്ഥം. നമ്മളെ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ഞാനെന്തോ ആയിട്ടുണ്ടെന്ന് അർത്ഥം. ഞാൻ അത് ശ്രദ്ധിക്കുന്ന ആളത് വരുത്താനാണ്, അതല്ല. നമുക്ക് നാളെ പറ്റിക്കോളൊന്നുമില്ല, അത് വേറെ വിഷയം. അതുകൊണ്ട് അതിലൊന്നും വലിയ കഥയില്ല. ഇനി ഇതിപ്പോൾ കേട്ടോളണം, എല്ലാവരും കേട്ടോളൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ കർമ്മം വിധിച്ചത് ചെയ്യുക. സമയമാകുമ്പം കേൾക്കണം എന്ന് മോഹം ഉണ്ടെങ്കിൽ കേൾക്കുക. അതുകൊണ്ട് അത്രയ്ക്കേ വിചാരിക്കണ്ടു. തൻ്റെ ഡ്യൂട്ടി താൻ വൃത്തിയിൽ ചെയ്യുക.
ഇങ്ങനെയൊക്കെ ലോകത്ത് കഴിഞ്ഞാൽ ആ ഗുരുനാഥൻ ഈ തത്വം പഠിപ്പിക്കും. അപ്പോഴോ ഇത് കൃത്യമായിട്ട് ബോധിക്കും. ഈ വക ചിട്ടകളൊക്കെ ഉള്ളൊരു നല്ലൊരു മനസ്സ് ആയാൽ അദ്ദേഹം ഉപദേശിക്കുമ്പോഴേക്കും ഉള്ളിൽ തെളിയും. അപ്പം നമുക്ക് ഉള്ളിൽ തെളിയാത്തതിൻ്റെ കാരണം എന്താ മനസ്സിലായില്ലേ? കാരണം ഈ വക പഥ്യം നമുക്കില്ലാത്തതുകൊണ്ടാണ്. ഔഷധ സേവ കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ആയുർവേദക്കാരെപ്പോഴും പറയും ഔഷധ സേവ മാത്രം പോരാ, പഥ്യവും വേണം എന്നാണ്. അപ്പോൾ ഔഷധ സേവ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ചില ചിട്ടകൾ പറഞ്ഞാൽ അത് ചെയ്യാൻ വേണം. അത് കരുതിയില്ലെങ്കിൽ ഫലിക്കില്ല. ഇതുപോലെ ഈ ഉപദേശം അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നൊരു കാര്യമില്ല. ചില എത്രയോ മഹാത്മാക്കളുടെ സാന്നിധ്യത്തിൽ ഇരുന്നിട്ട് പോലും ലവലേശം മാറാത്തവരുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തില്ല? അവർക്ക് പഥ്യമില്ല. അവരിങ്ങനെ കേൾക്കുന്നേ ഉള്ളൂ. അവരുടെ ചിട്ടകളൊക്കെ തെറ്റിക്കൊണ്ടായിരിക്കും. അവർക്കെന്തില്ല? അവർക്ക് കളവ് പറയും, അസത്യം പറയാൻ മടിയില്ല, ആഹാരശുദ്ധിയില്ല, ആ സമയത്ത് ഉറങ്ങില്ല, ഇനി അല്ലാത്ത സമയത്ത് ഉറങ്ങും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമൊക്കെ ആയാൽ ഈ കേൾക്കണത് എന്ത് ചെയ്യില്ല? ഉള്ളിൽ ഫലിക്കില്ല എന്നർത്ഥം. അതുകൊണ്ട് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ വേണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു അടക്കത്തോടു കൂടി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ശാസ്ത്രം ഉള്ളിൽ തെളിയുള്ളൂ, ഇല്ലെങ്കിൽ തെളിയില്ല. അപ്പോഴാണ് ചോദ്യം, ഈ ശാസ്ത്രം ഉള്ളിൽ തെളിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈശ്വരൻ്റെ സ്വരൂപം വ്യക്തമായിട്ട് കാണാം. ഇതുപോലെ നല്ല കാഴ്ചശക്തിയുള്ള ഒരാൾക്ക് സാക്ഷാത് യഥാ അമലദൃശോ സവിതൃപ്രകാശ, സൂര്യവെളിച്ചം കാണുന്നത് പോലെ സവിതൃപ്രകാശ, നല്ല സൂര്യനെ കണ്ണിന് കാഴ്ചശക്തിയുള്ള ഒരാൾക്ക്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാത്ത ആൾക്ക് സൂര്യനെ കാണുന്നത് പോലെ ആരെ കാണാം? ഈ ബോധത്തെ ഒരു മറയില്ലാണ്ട് കാണാൻ അർത്ഥം. ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, മറയോടുകൂടിയാണ് കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് സുഖം ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ദുഃഖം വരുന്നുണ്ട്, മറ വരുന്നുണ്ട് എന്നർത്ഥം. ഒരു മറയും ഇല്ലാതെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ചോദ്യം, അതെങ്ങനെയാണ്? ആ ആത്മാവിൻ്റെ സ്വരൂപം എങ്ങനെയൊന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പിപ്പലായനാണ് പറയണത്. ആരാ പറയണത്? പിപ്പലായനൻ. പിപ്പലായനം എന്ന് പറഞ്ഞാൽ പിപ്പലം അയനം എന്നാണ്. എവിടെയെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്നവൻ എന്നാണ്. കാരണം വലിയ വീടൊന്നും വെക്കണില്ല, ലോകത്തിനോട് വലിയ ആസക്തി ഇല്ല. എവിടെയാച്ചാൽ ഏനക്കേനജിത് എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടെ, ശരീരത്തിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കണില്ല, അങ്ങനെ കഴിയുന്നവൻ ആണ് പിപ്പലായൻ. പിപ്പലായനാണ് ഉത്തരം പറയുന്നത്. സ്ഥിത്യുദ്ഭവ പ്രളയഹേതുരഹേതുരസ്യ യത് സ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തിയേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. സ്ഥിത്യുദ്ഭവ പ്രളയഹേതു അഹേതുരസ്യ, ഇവിടെ സൃഷ്ടി സ്ഥിതി സംഹാരം, ഇതിന് കാരണം ഇവിടെ ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, മറയുന്നു. ഇതാണ് സൃഷ്ടി സ്ഥിതി സംഹാരം. നേരത്തെ പറഞ്ഞെടുക്കുകയെന്ന് വെച്ചാൽ തിരമാല ഉണ്ടാവുന്നു, നിൽക്കുന്നു, തിരമാല ലയിക്കുന്നു. ഇതൊക്കെ എവിടേക്കാണ്? കാരണം ആരാ? കടലാണ്. എന്താ കാരണം? അല്ലേ? വിളക്കുണ്ടാവുന്നു, നിൽക്കുന്നു, ഇല്ലാണ്ടാവുന്നു. എവിടുന്ന? ഓടിൽ നിന്ന്. അപ്പോൾ കാരണം എന്താ? ഓടാണ്. അതാണ്. അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇവിടുന്ന് ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, ഇല്ലാണ്ടാവുന്നു. എവിടുന്ന്? ഒരു കാരണം വേണ്ടേ? ആ കാരണത്തിന് എന്താ പേര് വിളിക്കുക? ബ്രഹ്മം. അതാണ് ഉപനിഷത്ത് പറയുക. പുരാണമാകുമ്പം വിഷ്ണു എന്ന് പറയും. വിഷ്ണു പുരാണം വെച്ചാൽ വിഷ്ണു പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. ദേവി ഭാഗത്ത് ദേവി എന്ന് പറയും. അതിലൊന്നും നമുക്കെന്തില്ല, നമുക്കതിലൊന്നും ഒരു പ്രശ്നമില്ല. ഇനി ശിവപുരാണം വെച്ചാൽ ശിവൻ എന്ന് പറയും. ആയിക്കോട്ടെ, എന്താ വെച്ചാൽ വിളിക്കാം. ഇവിടെ ഇപ്പോൾ തൽക്കാലം ബ്രഹ്മം എന്ന് പറയുക. സ്ഥിത്യുദ്ഭവ പ്രളയഹേതു അഹേതുരസ്യ യത് സ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച. 3 അവസ്ഥകളാണ് നമുക്കൊക്കെ ഉള്ളത്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഇത് കേവലം കേട്ടാൽ പോരാ, കേൾക്കുമ്പോൾ തന്നെ ഉറപ്പിക്കണം. ഇനി കേട്ടിട്ട് നാളെ ഉറപ്പിക്കാൻ വിചാരിക്കേണ്ട, ഇപ്പം തന്നെ അത് ഉറപ്പിക്കുക. സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചോദിക്കും ചെയ്യാം. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി 3 അവസ്ഥകളുള്ളത്. ജാഗ്രത് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ. നമ്മളിപ്പോൾ അങ്ങനെയാണ് വിചാരിക്കട്ടെ, അല്ലേ? വിചാരിക്കുക, അല്ലേ? വിചാരിക്കുക. ഇപ്പം തന്നെ കുറച്ച് കൂടിപ്പോയി തോന്നുന്നുണ്ടെങ്കിൽ ഏതായാലും ജാഗ്രത പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ. സ്വപ്നം എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുന്ന അവസ്ഥ. അത് ഉണർന്നിട്ടും കാണാം, കണ്ണ് തുറന്നിട്ടും കാണാം, കണ്ണടച്ചിട്ടും ഉറങ്ങിയിട്ടും കാണാം, ഉറങ്ങാണ്ടും കാണട്ടോ. അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കണതൊക്കെ അടുക്കളയുടെ വാതിൽ പൂട്ടിയോ എന്തോ, വിരുന്നുകാർ വന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെ അങ്ങനെ കാണാം. അപ്പോഴേക്കും നമുക്ക് അടുക്കള കാണും, വാതിൽ പൂട്ടാത്തതൊക്കെ കാണും, ഇവിടെ തന്നെ കാണാം. അപ്പം അങ്ങനെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് കണ്ണടച്ചിട്ടും കണ്ണടയ്ക്കാണ്ടും കാണാമെന്നർത്ഥം. ബോധപൂർവവും കാണാം, സങ്കല്പിക്കാം. ഇനി നമ്മളെ ശ്രദ്ധ ഇല്ലാണ്ട് നമ്മളോട് ചോദിക്കാണ്ട് വരുന്നുണ്ട് സ്വപ്നം ഉറങ്ങുമ്പോൾ വരുന്നത്, നമ്മളോട് ചോദിച്ചിട്ടാ ഏത് സ്വപ്നം എന്ന് കാണുന്നുണ്ടോ ചോദിക്കാറുണ്ടോ? ഒന്ന് ഹൊററായിക്കോട്ടെ, ഇന്ന് കോമഡി ആയിക്കോട്ടെ, അങ്ങനെയൊന്നുമില്ല. അത് അങ്ങനെ വരും, കണ്ടു, അങ്ങനെ പോകുന്നല്ലാതെ നമ്മൾക്കതിൽ വലിയ ഇതൊന്നുമില്ല, ഉത്തരവാദിത്വമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അതാണ് സ്വപ്നം. പിന്നെ അടുത്തതാണ് സുഷുപ്തി. സുഷുപ്തി പറഞ്ഞാൽ സ്വപ്നവും കാണാത്തുള്ളൊരു ഉറക്കമുണ്ടല്ലോ, ഇല്ലേ? ഗാഠമായ നിദ്ര, സ്വപ്നം കൂടി കാണാതുള്ള ഉറക്കം. ഇങ്ങനെ 3 അവസ്ഥ നമുക്ക് ഉണ്ടാവാറുണ്ട്. സ്വപ്നങ്ങളൊക്കെ കണ്ടാൽ രാവിലെ ഉണരുമ്പോൾ കുറേ സ്വപ്നമൊക്കെ നമ്മൾ മറന്നു പോവുക. എന്താണ്? കുറേ കണ്ട് കുറേയൊക്കെ മറന്ന് കുറച്ചെണ്ണമൊക്കെ ഓർമ്മ ഉണ്ടാവും.
അതൊക്കെയാണ് നമ്മുടെ കഥ. എന്നും സ്വപ്നം കാണുന്നൊക്കെ ഉണ്ടാവും, പക്ഷെ അത് ചിലതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ചിലത് മാറാണ്ട് നിൽക്കുന്നുണ്ടാവും. പണ്ട് കണ്ട പ്ലസ് വണ്ണിൽ പഠിച്ച അല്ലെ ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് കണ്ട സ്വപ്നമൊക്കെ എപ്പോഴും ഇങ്ങനെ ഓർമ്മ വരില്ലേ. 8ാം ക്ലാസ് കണ്ട സ്വപ്നം ചെകുത്താമെന്ന് കഴുത്തിൽ പിടിച്ചത് ഇപ്പോഴും ഓർമ്മ, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ചിലതൊക്കെ അങ്ങനെ വളരെ സ്ഥൂലമായിട്ട് തന്നെ ഓർത്ത് വെക്കുന്നതുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതിൻ്റെ കഥ. ഇതൊന്നും ഇപ്പം എന്ത് ചോദിച്ചതിനൊന്നും ഉത്തരമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ 3 അവസ്ഥകൾ നമുക്കുണ്ട്. നമുക്കതിനൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് കീറി മുറിച്ച് പരിശോധിച്ചാൽ ഈ 3 അവസ്ഥയിലും എന്താണോ ഉള്ളത് അതാണ് ഭഗവാന്റെ സ്വരൂപം. എന്താണ്? അങ്ങനെയാണ് ഭാഗവതം പറയുക. ഇതിൻ്റെ മുന്നേക്ക് ദശമസ്കന്ധം വെച്ചാൽ നീലമേഘ ശ്യാമളനാന്ന് പറയും. ഓടക്കോൾ പിടിച്ചും കൊണ്ടാണ് ഗോപിക്കൂർ തൊട്ടിട്ടുണ്ടാവും എന്നൊക്കെ പറയും. ഇവിടെ അതൊന്നും പറയുന്നില്ല. കാരണം അങ്ങനെ അല്ലാതെ കണ്ടാൽ ഈശ്വരൻ അല്ല പറയില്ലേ നമ്മൾ, ഇല്ലേ? ഓടക്കോളില്ലെങ്കിൽ ഈശ്വരൻ അല്ല പറയും. അങ്ങനെ ബുദ്ധിമുട്ടായി. ഗോപിക്കൂറില്ലെങ്കിൽ ഈശ്വരൻ അല്ല പറയാലോ. അപ്പോൾ അതുകൊണ്ടത് പറയില്ല. ഇതിപ്പോൾ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല, ഒരു മതസ്ഥർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഈശ്വര വിശ്വാസം ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ഒന്നും ഞാനെ നിഷേധിക്കാൻ പറ്റുമോ? എന്താണ്? ഈശ്വരാനുഭവം ഉണ്ടോ ഇല്ല നിൽക്കട്ടെ, ഞാൻ എന്നുള്ള അനുഭവം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനില്ല പറയും ആരെങ്കിലും? ഞാനേ ഇല്ല. വളരെ നന്നായി. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇയാൾക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്, എത്രയും പെട്ടെന്ന് കൊണ്ടുപോവുക, എന്നിട്ട് എന്താ മരുന്ന് വെച്ചാൽ കൊടുക്കുക. ഈശ്വരല്ലേ പറഞ്ഞോളൂ, കുഴപ്പമില്ല, നമുക്ക് നിശ്ചല്ല. ഈശ്വരൻ ഉണ്ടോ ഇല്ലേ നിശ്ചല്ല. പക്ഷേ ഞാൻ ഉണ്ട്. എന്താ തെളിവ്? അത് തെളിവ് വേണം. എനിക്കറിയാലോ ഞാനുണ്ട്. എങ്ങനെ അറിയാം എന്ന് പറഞ്ഞാൽ പ്രജ്ഞാനം ബ്രഹ്മ. അതെന്നെ ആരും പഠിപ്പിക്കേണ്ട, അച്ഛനും അമ്മയും പഠിപ്പിക്കേണ്ട, കോപ്പി എഴുതി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗുരുനാഥൻ പറഞ്ഞിട്ടേണ്ട കാര്യമില്ല. അതിന് ഭാഗവതം കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. പുസ്തകം വായിച്ചറിയേണ്ട കാര്യമില്ല. എനിക്കറിയാം ഞാനുണ്ട്. അത് ജാഗ്രത അവസ്ഥയിലുമുണ്ട്, സ്വപ്നാവസ്ഥയിലുമുണ്ട്, സുഷുപ്തി അവസ്ഥയിലുമുണ്ട്. ഞാൻ ഉണർന്നിരിക്കുമ്പോഴും ഞാനുണ്ട്, ഞാൻ സ്വപ്നം കാണുമ്പോഴും ഞാനുണ്ട്. സ്വപ്നം കാണുന്നതാരാ? നിങ്ങളല്ല, ഞാൻ. സ്വപ്നം കാണാതെ ഉറങ്ങിയതാരാ? അവിടെ ആരുണ്ട്? സ്വപ്നം കാണാതെ ഉറങ്ങിയത് ഞാൻ. സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. ആരറിഞ്ഞില്ല? ഞാൻ. ആരാ സുഖമായിട്ട് ഉറങ്ങിയത്? ഞാൻ. അപ്പം ഞാൻ എന്നുള്ളത് 3 അവസ്ഥയിലും മാറണില്ല. ജാഗ്രത അവസ്ഥയ്ക്ക് സൃഷ്ടി എന്ന് പറയുന്നത്. ജാഗ്രത അവസ്ഥയ്ക്ക് സൃഷ്ടി, പ്രളയത്തിന് അതാണ് സുഷുപ്തി. കഴിഞ്ഞു. ഉണർന്നാൽ സൃഷ്ടിച്ചു, ഉറങ്ങുമ്പം കഴിഞ്ഞു. എന്നും നമ്മൾ ജനിച്ചും മരിച്ചും കഴിയണില്ലേ? രാത്രിയായാൽ മരിക്കും, രാവിലെ ആയാൽ ജനിക്കും. രാത്രി മരിക്കും. രാത്രി ഇങ്ങോട്ട് മരിച്ചിട്ട് നമുക്ക് വല്ല നഷ്ടം സംഭവിച്ചോ? ഞാൻ ഇല്ലാണ്ടിയായോ? ഇതുപോലെ തന്നെ ശരീരം ഇല്ലെങ്കിൽ ഞാൻ ഇല്ലാണ്ടിയാവില്ല എന്നാണ്. ഞാനുണ്ടാവും, അതിനൊരു സംശയവും വേണ്ട. അതിനുള്ള തെളിവാണെന്ത്? ഉറക്കം. ശരീരമില്ല, ഉറക്കത്തിൽ ഉണ്ടോ? ശരീരത്തിനോടുള്ള താതാത്മ്യം ഉറക്കത്തിലുണ്ടോ? ഉറങ്ങുന്ന ആൾക്ക് താൻ എവിടെയാണ് കിടക്കണമെന്ന് ഇഷ്ടമുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. ഞാൻ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും ആർക്കറിയില്ല. ഉറങ്ങുന്ന ആൾക്കറിയില്ല. സ്വപ്നം കാണുന്ന ആൾക്ക് സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തില്ല. എത്ര വയസ്സാണത് ഉറങ്ങുന്ന ആൾക്കറിയോ? എവിടെ കിടന്നത് ഇഷ്ടമുണ്ടോ? അതാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ ഒക്കെ പോയി. പിന്നെ എന്തേ ഉള്ളൂ? ഒന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ. എന്താണ്? ഞാൻ. ബോധം മാത്രം, വേറെ ഒന്നുമില്ല. അതാണ് ആരുടെ സ്വരൂപം? അതാണ് വിദംശം വിദം നിർമ്മലം നിർവികൽപ്പം നിരീഹം നിരാകാരമോങ്കാരഗമ്യം. അതാണത്. സാന്ദ്രാനന്ദ അവബോധാത്മകം. അതാണത് പറഞ്ഞത്. അത് സ്ത്രീയല്ല, പുരുഷനല്ല. ഉണർന്നാൽ എന്ത് പറ്റി? ഉണർന്നാൽ വീണ്ടും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ശരീരത്തിനോടുള്ള താതാത്മ്യം ഉറക്കത്തിലില്ല. എന്നാൽ താനില്ല പറയാൻ പറ്റില്ല. തട്ടി വിളിച്ചാൽ എണീക്കണില്ലേ? പേര് 10 പ്രാവശ്യം വിളിച്ചു നോക്കും ഉറക്കെ. അപ്പം ആരെണീക്കും? എവിടെ നോക്കി അങ്ങോട്ട് വരികയാണ്, വൈകുണ്ഠത്തുനിന്ന് വരിക. അവിടെ കിടക്കുമ്പോൾ നല്ല സുഖമായിരുന്നു. പിന്നെ അങ്ങോട്ട് അഭിമാനം തുടങ്ങിയത് മുതൽ പ്രയാസമായി. ദുഃഖവും സുഖവും മാറി മാറി വരുന്നുണ്ട്, കൂടുതൽ ദുഃഖം. അപ്പോൾ ഈ ഉണർന്നിരിക്കുമ്പോൾ ഈ വസ്തുക്കളൊക്കെ ഞാൻ കാണുന്നത് കണ്ണുകൊണ്ടാണ്. കണ്ണ് മാത്രമല്ല, പിന്നെ ആരുണ്ട്? മനസ്സുണ്ട്. മനസ്സില്ലെങ്കിൽ ഞാൻ കാണില്ല. കണ്ണുണ്ടായിട്ടും കാര്യമില്ല. മനസ്സില്ലെങ്കിൽ കാണുമോ? ഞാനിപ്പോൾ നിങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും കാണുന്നില്ല. മനസ്സുകൊണ്ട് ആരെ കാണുമെന്ന് വിചാരിച്ചു അവരേ കാണുള്ളൂ. അപ്പോൾ കണ്ണ് മാത്രമല്ല, മനസ്സ് വേണം. മനസ്സും കണ്ണും ഉണ്ടായിട്ട് കാര്യമില്ല. എന്ത് വേണം? ഞാൻ കാണുന്നു. ആരാണ്? ബോധം വേണം. മനസ്സും കണ്ണും ഉണ്ടായിട്ട് കാര്യമില്ല, ബോധം. അങ്ങനെ 3 കാര്യം അപ്പം ഉണ്ട്. 1 കണ്ണ്, അത് ശരീരത്തിലാണ്. അപ്പോൾ ശരീരം ഉണ്ടെന്ന് പറയാം. 2 മനസ്സുണ്ട്, 3 ബോധം. ശരീരം, മനസ്സ്, ബോധം. ഉണർന്നിരിക്കുമ്പോൾ ഈ 3 എനിക്കുണ്ട്. ശരീരമുണ്ട്, മനസ്സുണ്ട്, ബോധമുണ്ട്. ഉണർന്നിരിക്കുമ്പം സ്വപ്നം കാണുമ്പോൾ ഒന്ന് പോയി. എന്താ പോയത്? ശരീരം പോയി. കാരണം സ്വപ്നം കാണുമ്പോൾ എന്തില്ല? ഈ ശരീരമല്ല, ഞാൻ വേറൊരു ശരീരത്തെ ഉണ്ടാക്കി സ്വപ്നത്തിൽ ഞാനങ്ങനെ ഓടുക നായയെ പേടിച്ചിട്ട്. ആരാ ഓടണത്? ഈ ശരീരം ഓടുന്നുണ്ടോ? ഈ ശരീരത്തെ എനിക്ക് അറിയേണ്ടതില്ല.
ഒരു പരിചയം ഈ ശരീരമായിട്ട് എനിക്കില്ല. ഞാൻ സ്വപ്നത്തിൽ ഓടുകയാണ്. ആരെ പേടിച്ചിട്ട്? നായയെ പേടിച്ചിട്ട്. ആ ഓടുന്ന ആളാരാ? അത് ഞാനാണ്. ആ നായ ആരാ? അത് ഞാൻ തന്നെ. ഞാൻ തന്നെ നായയായി മാറുന്നു, ഞാൻ തന്നെ റോഡായിട്ട് മാറി, ഞാൻ തന്നെ ഓടുന്നു. വേറൊന്നും അവിടെ ഇല്ലല്ലോ. സ്വപ്നം കാണുമ്പോൾ ഞാനല്ലാണ്ട് ഒന്നുമില്ല. ഇതുപോലെയാണ് ഈ പ്രപഞ്ചത്തെ നമ്മൾ ബോധം സൃഷ്ടിച്ചത്. എങ്ങനെയാണ് ചോദിച്ചാൽ ഉത്തരം. സ്വപ്നം നിങ്ങൾ എങ്ങനെ കണ്ടു? സ്വപ്നം നിങ്ങൾ സൃഷ്ടിച്ചതല്ലേ. വേറെ വസ്തുക്കളൊന്നും അവിടെ ഇല്ലല്ലോ. എവിടെ ഇത് കണ്ടു? സ്വപ്നം കണ്ണടച്ചിട്ടാണല്ലോ. എവിടെ കണ്ടു? സ്വപ്നത്തിൽ ഇതായിരുന്നു ഭാഷ. മലയാളമാണോ കോട്ടയം ഭാഷയായിരുന്നു? ഏത് ഭാഷയിലാണ് കണ്ടത് നിങ്ങൾ? അതാ ചോദ്യം. തമിഴിലാണോ, മലയാളത്തിലാണോ, ഇംഗ്ലീഷിലാണോ? ഭാഷ ഇല്ല, അവിടെ അനുഭവം മാത്രമേ ഉള്ളൂ. അതാണത്തെ വ്യത്യാസം. ഇതൊക്കെ ഒന്ന് ആലോചിച്ചാൽ തന്നെ കാര്യം പിടികിട്ടും. ഇതിനൊന്നും വലിയ ആവശ്യമില്ല. നമ്മളെ ചിന്തിച്ചാൽ മതി. അധികം പുസ്തകമൊന്നും വായിക്കണ്ട. ഈ ഉണ്ടാകുന്ന അവസ്ഥകളെ ഒന്ന് വിലയിരുത്തിയാൽ തന്നെ സത്യം അറിയാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പം ഓടുന്നത് ഞാനാണ്. കാണുന്നതോ? സ്വപ്നം കാണുന്നത് ആരാ? ഞാൻ. നായ പേടിച്ച് ഓടുന്നത് ഏതാ ശരിക്കുള്ള ഞാൻ? ഓടണ ഞാനാണോ കാണുന്ന ഞാനാണോ? അത് വിലയിരുത്താൻ പഠിക്കണം. ഓടണ ഞാൻ ശരിക്കുള്ള ഞാനല്ല, അത് മിഥ്യ. ഇതുപോലെ ഈ കാണുന്ന പ്രപഞ്ചം മിഥ്യ. ഇതൊക്കെ കാണുന്ന ഞാൻ സത്യം. ബ്രഹ്മസത്യം, ജഗത് മിഥ്യ. ഈ കാണുന്ന തോന്നുന്ന ആ പാമ്പ് മിഥ്യ. ഉള്ളത് കയർ. അതാണ് സത്യം. വിളക്ക്, ഈ ഉരുളി ഒക്കെ മിഥ്യ. ഉള്ളത് ഓട്. ഇതിങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക. വേറെ നിവൃത്തിയില്ല. ഇത് ബോധിക്കണമെങ്കിൽ ഇതല്ലാണ്ട് വേറെ വഴിയില്ല. ഞാനാണ് സത്യം. ഈ കാണുന്നതൊക്കെ സത്യമല്ല. ദൃശ്യം മിഥ്യ, ദൃക്ക് സത്യം. കാണുന്ന ഞാൻ അവിടെ ഉണ്ട്. ഇനി അടുത്ത അവസ്ഥയാണ് സുഷുപ്തി, ഗാഠമായ നിദ്ര. നല്ലോണം അങ്ങോട്ട് ഉറങ്ങുകയാണ്. സ്വപ്നം കൂടി ഇല്ല. അപ്പോഴും ആരുണ്ട്? മനസ്സ് പോയി. അതുകൊണ്ടാണ് സ്വപ്നം കാണാം. മനസ്സുണ്ടെങ്കിൽ സ്വപ്നം കാണുമായിരുന്നു. മനസ്സുണ്ടെങ്കിൽ സമയം അറിയായിരുന്നു. ഇതൊന്നുമില്ല. ഉറങ്ങുമ്പോൾ സമയം അറിയോ? എത്ര നേരം ഉറങ്ങി? നമ്മൾ നിങ്ങളുടെ കണ്ണടച്ചു 2 മിനിറ്റായെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ 8 മണിക്കൂർ അങ്ങോട്ട് പോയി. ഉറക്കം അങ്ങോട്ട് മതിയായിട്ടുമില്ല. ഇതെങ്ങനെ ഇപ്പോൾ അത് വേറെ ക്ലോക്കാ. താൻ എവിടെ കിടന്നു വെച്ചില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫാൻ ഓഫ് ആക്കുക, അറിയൊന്നുമില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും പാട്ട് പാടാറില്ല. ഉണ്ടോ? അമ്മ കുട്ടിയെ ഉറക്കുമ്പോൾ പാട്ട് പാടി ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും പാടും. രാവിലെ ആവണ വരെ അത് കഴിഞ്ഞു. പിന്നെ ആട്ടൊന്നുമില്ല, കഴിഞ്ഞു. അത് ഉറങ്ങണത് വരെ വേണ്ടു. ഈ 3 അവസ്ഥയിലും മാറാത്തൊന്ന് ഞാൻ മാത്രമാണ്. അതുകൊണ്ട് ഈ ശരീരവും മനസ്സും മാറും. മാറാത്തൊന്ന് അപ്പോഴും ഉണ്ട്. അത് ബോധം. അതൊരിക്കലും മാറില്ല. ഈ ശരീരം വരുമ്പോഴും മാറിയിട്ടില്ല, അമ്മയുടെ ഗർഭത്തിലെത്തുമ്പോഴും മാറിയിട്ടില്ല, പുറത്തേക്ക് എത്തിയിട്ടും മാറിയിട്ടില്ല, വളരുമ്പോഴും മാറിയിട്ടില്ല. നമുക്ക് ബാല്യം, കൗമാരം, യൗവനം മുതലായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോഴും ഞാൻ തന്നെയല്ലേ പറയാറുള്ളൂ. അല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയാറുണ്ടോ? പഴയ ഫോട്ടോ കാണിച്ചിട്ട് എന്താ പറയാറ്? 2 വയസ്സുള്ള ഫോട്ടോ കാണിച്ചിട്ട് എന്താ പറയാറ്? ഒരു ബന്ധുവില്ല കേട്ടോ, കണ്ട ചായൻ്റെ ഇല്ല. പക്ഷെ പറയെന്താ? ഞാൻ. അപ്പോഴുള്ള അനുഭവത്തിനൊരു വ്യത്യാസം ഞാൻ തന്നെയാണ് പറയുക. ഇനി പ്രായമാകുമ്പോഴും ഞാൻ. പക്ഷെ നമുക്ക് ആ ശരീരത്തെ അറിഞ്ഞോളണമെന്നില്ല. നമ്മൾ കുട്ടിയാകുമ്പോൾ ആ ഒരു ഫോട്ടോ ഇപ്പോൾ രൂപം ധരിച്ച് വന്നു വിചാരിക്കുക. നമ്മളാ വിചാരിക്കുമോ? വെറുതെ ചിന്തിക്കൂ. ഞാൻ ഇപ്പം എത്ര വയസ്സ്? 90 വയസ്സായ ഞാൻ അങ്ങനെ വരികയാണെന്ന് വിചാരിക്കുക. എനിക്ക് മനസ്സിലാവുമോ? ഞാൻ വേറെ ഇരിക്കും കേട്ടോ, അതോ മുത്തച്ഛനാ വിചാരിക്കും. അത്രയേ ഉള്ളൂ. ഞാനാണെങ്കിൽ എനിക്ക് എൻ്റെ ശരീരത്തിൽ തന്നെ മനസ്സിലാവില്ല. എന്നും കണ്ണാടി കാണുകൊണ്ടല്ലേ അല്ലേ? നമുക്കിപ്പോൾ നമ്മളെ മനസ്സിലാവണം. എന്തുകൊണ്ടാണ്? കണ്ണാടി ഇന്നേ വരെ കണ്ണാടി കണ്ടില്ല. നമ്മളിപ്പോൾ ആദ്യമായിട്ട് കണ്ണാടി നോക്കുമ്പോൾ എന്താ ഇതാരപ്പത് എന്നല്ലേ നമുക്ക് ആകെ അനുഭവം എന്തേ ഉള്ളൂ. ശരീരത്തെ പോലെ നമുക്ക് അനുഭവമില്ല. അനുഭവിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഒറ്റ കാര്യമുള്ളത് ഞാൻ. അത് മാത്രമേ അനുഭവമുള്ളൂ. അതാണ് ഭഗവാന്റെ സ്വരൂപം. അതാണ് അഹം ബ്രഹ്മാസ്മി. ഈ അഹം എന്നുള്ളത് ഞാൻ മാത്രമല്ല, നിങ്ങളൊക്കെ അഹം തന്നെയല്ലേ പറയാറ്. ആരാ ചോദിച്ചാൽ ഉത്തരം പറയുക? ആരാ ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം ഞാനാന്നാ, പിന്നെ അടുത്ത് പറയുള്ളൂ. ചറ്റ് ഫോം വിളിച്ചാൽ അങ്ങനെയാണ്. ആരാ? ഞാനാ. ആരാ പറയൂ? ഞാനാണ് തിരുമേനി. ഇത് ആരാന്ന് പറയണ്ടേ? ആദ്യത്തെ വരെ ഞാനാണ്. ഇരുട്ടത്ത് 2 പേര് തമ്മിൽ കൂട്ടിമുട്ടി, വെളിച്ചല്ല. ഗുരുദേവൻ പറയും മനോഹരമായിട്ട്. 2 പേരും ചോദിച്ചാൽ ആരാന്ന്. 2 പേരും ഒരു ഉത്തരാ പറഞ്ഞത്. ഞാനാ. അത് മനുഷ്യർ മാത്രമല്ല, മൃഗവും പക്ഷിയൊക്കെ. നായ കുരയ്ക്കണത് എന്താ വെച്ചിട്ടുണ്ടോ? എന്താ പറയണത്? ഞാൻ. അതാണ് പറയണത്. പുഴു ഇഴയുമ്പോൾ എന്താ പറയണത്? ഞാൻ. അല്ലെ ഇഴയില്ലേ, അവിടെ നിൽക്കുകയുള്ളൂ. അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കണത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. പുല്ല് മുളയ്ക്കണില്ലേ? ഒരു വിത്ത് വധിച്ചാൽ മുളയ്ക്കുമ്പോൾ എന്താ? ഞാൻ. ഈ ബോധം ഇല്ലാത്തതായിട്ട് അത് എല്ലാത്തിലും ഉണ്ട്. അല്ലല്ല, ബോധത്തിലാണ് എല്ലാം. ഇതാണ് ഭഗവാന്റെ സ്വരൂപം.
ഗുരുവായൂരപ്പനേ അപ്പൻ ഗുരുവായൂരപ്പനേ അപ്പൻ ശ്രീകൃഷ്ണൻ 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 ഗുരുവായൂരപ്പനേ അപ്പൻ നാരായണായന നാവാരെ അழைப்போர்க்கு நாராயணாயன நாவார அழைப்போர்க்கு நாராயணாயன நாவார அழைப்போர்க்கு நாராயணாயன நாவார அழைப்போர்க்கு வருமிடர் தவிர்த்து வாஞ்சையுடன் காக்கும் நாராயணா என நாவார அழைப்போர்க்கு வருவிடர் தவிர்த்து வாஞ்சையுடன் காக்கும் குருவாயூரப்பனே அப்பன் മിഴികൾ കമുതൂട്ടും ഏഴിൽ തിരുമേനി മിഴികൾ കമുതൂട്ടും ഏഴിൽ തിരുമേനി തഴുവകരം തുടിക്കും ബാലതിരൂരൂപം മിഴികൾ കമുതൂട്ടും ഏഴിൽ തിരുമേനി തഴുവകരം തുടിക്കും ബാലതിരൂരൂപം മുഴുമതി മുഖം തികൾ അരുൾ വിഴിച്ചുടർകൾ മുഴുമതി മുഖം തികൾ അരുൾ വിഴിച്ചുടർകൾ അഴയ്ക്കുമൻപർകരുളും അടിമലറിണയും മുഴുമതി മുഖം തികൾ ഇരുമിഴിച്ചുടർകൾ അഴയ്ക്കുമൻപർകരുളും അടിമലറിണയും മുന്നമശോதை மைந்தனாய் வந்த இன்று நமக்கிறங்கி இங்க எழுந்தருளி பாலனாயுவனாய் முன்னமശോதை மைந்தனாய் வந்த இன்று നമുക്കിറങ്ങി ഇങ്ങ എഴുന്നരുളി ബാലനായുവനായി പാലിക്കും ദൈവമായി പരവശനിലെ കാട്ടും പരമപുരുഷനെ ഗുരുവായൂരപ്പനേ അപ്പൻ ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പനേ അപ്പൻ